അനിയനെ തന്നെ പറഞ്ഞയക്കണോ? ഓ, ഇതൊരു 4 ദിവസം ഓട്ടോയല്ലേ ഉള്ളൂ. ആന്ധ്രയിൽ പോയിട്ട് വരുന്നത് ഏതാണ്ട് സ്കൂൾ പിള്ളേർ ടൂറിന് പോകുന്ന ഫീലിങ്സ്. പിന്നെ എനിക്ക് ആകെ ഒരു സമാധാനമേ ഉള്ളൂ, ചരക്ക് എത്തേണ്ട അടുത്ത് എന്നാ പ്രശ്നം ഉണ്ടായാലും ഇവർ എത്തിച്ചോളൂ. 2 കണ്ടീഷൻസ്. പോകുന്ന വഴിക്ക് തല്ലുണ്ടാക്കി സ്റ്റേഷനിൽ കയറിയാൽ ഞാൻ ഇറക്കിക്കോളാം. പിന്നെ പുതിയ ലോറിയുടെ ചേസിസ് വന്ന 4 ദിവസം അവൻ ഓടിച്ചിട്ടേ എനിക്ക് ബോഡി എത്താൻ പറ്റത്തുള്ളൂ. ചുമ്മാ അല്ല, കുട്ടപ്പായ്ക്ക് ചേസ് നേരിട്ടപ്പേര് വീണത്. ചുമ്മാ കൂട്ടുകാരങ്ങനെ ഒരു പുന്നാര പേര് വിളിക്കുന്നു കരുതി നമ്മുടെ വായിൽ നിന്നെങ്ങാനും ഇത് വീണാലേ പിന്നെ അത് മതി ചവപ്പട്ടിക്ക് ആണി അടിക്കാൻ. അച്ഛാ ഞങ്ങൾ റെഡി. അല്ല, ക്ലീറ്റസ് വരുന്നില്ലെന്ന് പറഞ്ഞത് ഉറച്ച തീരുമാനമാണോ? ഉറച്ച തീരുമാനമാണ്. അപ്പൊ പിന്നെ എന്നാ ചെയ്യാനാടാ? എടുത്ത് തട്ടടാ അവനകത്ത്. കുട്ടപ്പായേ, ഓ, ഇതെന്നാന്ന് കേട്ടോ? അല്ല, ആന്ധ്ര ചെക്ക് പോസ്റ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടായാ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. റാവുജിക്ക് നല്ല പിടിപാടാ. ഇതിനുള്ള നമ്പറൊക്കെ തൽക്കാലം കുട്ടപ്പായുടെ കയ്യിലുണ്ട് സഹോദര. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ വേട്ട. സൂക്ഷിച്ചു പോയച്ചു പറഞ്ഞേ. കുട്ടപ്പയ്യ ഞാൻ പറഞ്ഞോ ഒറ്റ കീഴ് അങ്ങോട്ട് നീങ്ങിയില്ലടാ. ഇതൊന്ന് നോക്കിയേടി. എന്നതാ പിള്ളച്ചേട്ടാ, വീട്ടു ചെലവിൽ 15,000 രൂപയുടെ കള്ളിന്റെ കണക്ക്? ഈ മാസം 3 ഞായറാഴ്ചയും കൂടി മൊത്തം പൊട്ടിച്ചത് 20 കുപ്പി സ്കോച്ച് അല്ലായിരുന്നോ? ഓ, ഈ മാസം 20 കുപ്പി പൊട്ടിയായിരുന്നോ? ഇന്നലെ തന്നെ അപ്പനും മക്കളും കൊടുന്ന് ചുണ്ട് നനച്ചു വന്നപ്പോ 5 കുപ്പിയാ തീർന്നെ. പിന്നെ നമ്മുടെ ബ്രാൻഡി കടയിൽ നിന്ന് എടുപ്പിച്ച നാടൻ സാധനം വേറെയും. 6 എണ്ണം കഴിഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പനും മക്കളും കൂടെ തന്നെ കള്ളുകൂടിയാ, ഇത്തിരി കൂടുന്നുണ്ട്. എടേ പെണ്ണേ, ഞായറാഴ്ച മാത്രല്ലേ ഉള്ളൂ. നീ പിണങ്ങാതെ, നിന്റെ ആമ്പറന്നോടൊരു ചകലേ കുടിക്കത്തുള്ളൂ. നമ്മുടെ സ്കൂളിലെ ഹെഡ് മാഷ് വരുന്നുണ്ട്. ആ, ഞാൻ ചായ എടുക്കാം. നമസ്കാരം. നമസ്കാരം. തന്റെ ഇളയ മകളെ പ്രസവത്തിന് കൊണ്ടുവന്നോടോ? അടുത്ത മാസ. ആ, താനിരിക്കേ. ഇരിക്കുന്നില്ല, ഇത്തിരി ധൃതിയുണ്ട്. നാളെയാ പുതിയ നിയമനത്തിന്റെ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നേ. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ കയറിയതേ ഉള്ളൂ. ബോർഡ് മെമ്പർമാരെ എല്ലാം അറിയിച്ചിട്ടില്ലേടോ? കുട്ടപ്പായ സ്ഥലത്തില്ലല്ലോ, ബാക്കി എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോ നാളെ 10 മണി. ഉഷാകുമാരി, ഉഷാകുമാരി. ആ, പോയിക്കോളൂ. ചെന്നോളൂ. സാർ, ആ, എന്റെ പേര് വിളിച്ചില്ല. എല്ലാവരും വിളിക്കും, ഓരോന്ന് കഴിയട്ടെ. കാശ് മേടിച്ചിട്ടുള്ള നിയമനമൊന്നും അല്ലല്ലോ. ശരിക്കും ഇന്റർവ്യൂ ചെയ്തിട്ടേ ഇവിടെ എടുക്കത്തുള്ളൂ. അകത്തിരിക്കുന്നതേ നല്ല അറിവും വിവരവും ഉള്ളവരാ. എന്താ പറയാ, തേവക്കാട്ടുകാരല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വണ്ടി സീസിയാൻ വന്നാൽ പോലും നമ്മൾ വിട്ടുകൊടുക്കല. അവന്മാർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറേ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ആ കുട്ടപ്പായി ഒന്നും വല്ല കുഴപ്പമുണ്ടാക്കോ സാറേ? കുട്ടപ്പായി, എന്റെ നേരെ ഞാനൊന്ന് നോക്കിയാ മതി, അവൻ ആട്ടിമുട്ടി പറക്കും. പറഞ്ഞ് നാക്കെടുത്തില്ല. 100 ആയുസ കുട്ടപ്പായിക്ക്. ആണോ? പക്ഷേ ഈ വടക്കേത്തല ശിവദാസൻ ആയുസ് മണി കുറവാ. ഉള്ളത് ഇപ്പൊ തീരാൻ പോവാ. വണ്ടി പിടിക്കാൻ വരുന്നവർ നീ കുട്ടപ്പായി നച്ചു. കുട്ടപ്പായി ഞാനാ. സാറേ, എനിക്ക് പറ്റാനിട്ടൊന്നല്ല. പിടിച്ച് ജീപ്പിക്കല്ലോ സാറേ. ചുമ്മാ കാര്യം പറയാൻ മേത്തോടരുത്.
ഫിനാൻസ് എടുത്ത് വണ്ടി മേടിച്ചു കഴിഞ്ഞ 6 മാസമായിട്ട് അവൻ പണം അടച്ചിട്ടില്ല. അതും പോരാഞ്ഞ് വണ്ടി പിടിക്കാമെന്നവരെ ഏത് തല്ലുകേസി പിടിച്ചാലും നിനക്ക് പറയാൻ കുറെ ന്യായങ്ങൾ ഉണ്ടാവൂലടാ. ഞാൻ നിന്നെ വാൺ ചെയ്ത് വിട്ടതാ. ഇനി നിന്നെ ഞാൻ വിടില്ല. ഇവനെ കൊണ്ടുപോകാൻ പറ്റിയല്ല. ഇവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചേ ഞാനാ. കൊണ്ടുപോകണം അത്ര നിർബന്ധമാണേല് പ്രേരണാ കുറ്റത്തിന് എന്നെയും കൂടെ കൊണ്ടുപോകണം. എന്നാ പറ്റുമോ? പ്ലീസ് തടസ്സം നിൽക്കാതെ മാറുന്നതാണ് നല്ലത്. എടോ മൂപ്പിനെ, ഇതുകൊണ്ടൊന്നും തീർന്നില്ല. തന്നെ ഇവനെ കൊണ്ടുപോകാൻ പറ്റിയല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ എനിക്ക്? കൃത്യനിർവഹണത്തിനിടെ തടസ്സം ഉണ്ടാക്കിയ ആളും തരം നോക്കാതെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. പറഞ്ഞ് പേടിപ്പിക്കാതെ എടുക്കണോ തന്റെ ആക്ഷൻ? പിടിച്ച് കേട്ടണോ ജീപ്പില്? സർ, പോലീസ് സ്റ്റേഷനിലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാടാ. വേണ്ട, നിന്റെ ന്യായീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. ഇന്ന് നേരം പുലർന്നിട്ട് രണ്ടാമത്തെ അടിയവൻ ഉണ്ടാക്കുന്നത്. രാവിലെ മാർക്കറ്റിൽ നടന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് കരുതിയോ? നിന്നെ കൊണ്ടുള്ള പരാതി കൊണ്ട് ഞാനിവിടെ പൊറുതിമുട്ടി നിൽക്കുക. നീ എന്നാടാ ദാദാ കളിക്കുന്നു? ഇക്കണക്കിന് പോയ ഉടനെ തന്നെ നീ ഗുണ്ടാപിരിവും തുടങ്ങുമല്ലോ. എന്റെ പൊന്നി ഏമാനെ, കോട്ടയം പൊൻകുന്നം റോട്ടിൽ കടന്ന് 3.5 ചക്രത്തിന് ഗൂണ്ടാപിരിവ് നടത്താൻ വെറും 7-ആം കൂലി ചട്ടമ്പിയൊന്നും അല്ല ഈ കുട്ടപ്പായി. നല്ല അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞത് തന്നെയാ. കാര്യം അറിയാതെ ഈ കാക്കിക്കുപ്പായത്തിന്റെ തിണ്ണമെടുക്ക് ഞങ്ങളോട് കാണിക്കല്ലേ. ക്ലച്ച് ഒട്ടാതെ ഗീറിടല്ലേ സാറേ, പറഞ്ഞു പോവും. അല്ലേ കൈ തടുക്കുന്നോടാ. നിന്നെ ഞാൻ എന്നാണോ വിളിക്കുന്നത്? എല്ലാറ്റിനും ഞാൻ പോലീസ് സ്റ്റേഷനായി പോയി. അല്ലെങ്കിൽ ഞാൻ വക്കീലും എത്തിക്കഴിഞ്ഞു. എവിടെയെങ്കിലും ഏതെങ്കിലും തെമ്മാടി എന്നായെങ്കിലും തെണ്ടിത്തരം കാണിച്ച് പിടിച്ചൊന്ന് അകത്തിട്ട ഉടനെ എത്തിക്കോളും ജാമ്യത്തിന്റെ വാറോലയായിട്ട്. മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ജോലി നിങ്ങൾ ചെയ്തോളൂ. എനിക്ക് പറഞ്ഞിരിക്കുന്ന ജോലി ഞാനൊന്ന് ചെയ്തോട്ടെ സാറേ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കോടതി പറഞ്ഞാൽ മതി. എടോ സ്റ്റീഫൻ, ജാമ്യം കച്ചിട്ട് എഴുതിയിട്ട് അവരെ ഇറക്കി വിടറോ. മാത്തച്ചായോ, മാത്തച്ചായോ. ആരാത്? ഞാനാ പിള്ളച്ചേട്ടാ, ക്ലീറ്റസ്. എന്നതാടോ? മാത്തച്ചായനെ ഈ കാശങ്ങടേപ്പിക്കാനാ. ഇന്ന് ഇനിയിപ്പോ കാണാൻ പറ്റും തോന്നുന്നില്ല ക്ലീറ്റസേ. അതെന്താണ്? കുരിശുമണി കൊട്ടുന്ന വരെയുള്ളൂ തേവക്കാട്ട ബിസിനസ്സും കാര്യങ്ങളും. ഇനി എന്നാ ലക്ഷങ്ങളുടെ ഇടപാടായാലും ശരി, കുരിശുമണി കൊട്ടിക്കഴിഞ്ഞാ അപ്പനും മക്കളും കൂടെ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തും. അത് കഴിഞ്ഞാ ഇന്ന് നടന്നതും നാളെ നടക്കാൻ പോകുന്നതുമായ പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഭക്ഷണം കഴിഞ്ഞാ 11 മണി വരെ ചീട്ടുകളി. ദോഷം പറയരുതല്ലോ, മദ്യസേവ ഞായറാഴ്ചയും വിശേഷ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ കാര്യസ്ഥനായിട്ട് ഇവിടെ വന്ന കാലം തൊട്ടേ മുടങ്ങാതെ നടക്കുന്ന കാര്യങ്ങളാ. താൻ പോയിട്ട് നാളെ പാടും. ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞ് ചർച്ച തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സർ, 8A സംസ്കൃതം ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വണ്ടിയും കൊണ്ടുവന്ന ആള്. ഓ അതോ, അതാണ് കുട്ടപ്പായി. ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ സ്കൂളിന്റെ ഉടമ. ഇവിടെ അധ്യാപകര് ലീവിന് പോകുമ്പോ ഞാൻ പോർഷൻ കവർ ചെയ്ത് പോകുന്നത് അയാൾ ഒറ്റ ഒരുത്തനുള്ളത് കൊണ്ടാ. ക്ലാസ് എടുക്കാൻ ചിലപ്പോ അയാൾ ലോറിയിലേക്കാവും വരിക. അതൊക്കെ അങ്ങോട്ട് കണ്ണടച്ചേക്കണം. പക്ഷെ ഏത് വിഷയത്തിലും നല്ല പരിജ്ഞാനാ. അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ 2 വിഷയങ്ങളില് മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളാന്ന് പ്രവൃത്തിയും പെരുമാറ്റവും കൂടെ പറയോ ടീച്ചറ്? എന്തു പറയാനാ, ഒരു തലതിരിവാ. ഇഷ്ടന് ലോറി ഓടിക്കാനും തല്ലുകൂടാനും നേരമുള്ളൂ. ആരുടെ ദൈവഭാഗ്യത്തിനാണാവോ ഇന്നലെ ഞാനൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സമ്മതിച്ചു. 2 വിഷയങ്ങൾ എടുക്കാൻ നേരിട്ടിരിക്കുക, സംസ്കൃതവും ഹിസ്റ്ററിയും. അല്ല, ടീച്ചർക്ക് ഈ പീരീഡ് ക്ലാസ് ഉണ്ടല്ലോ. അങ്ങനെയാണ് 4 വേദങ്ങളുടെ ഉൽപ്പത്തി. അപ്പൊ ഇന്ന് പഠിപ്പിച്ചതെല്ലാം മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ തീർക്കാം. എന്നാ ഇനി നിങ്ങൾക്ക് റബേക്ക ടീച്ചറിന്റെ ക്ലാസ്സാ. ടീച്ചർ നല്ല സംസ്കാരവും അറിവും ഒക്കെ ഉള്ള ആളാ. എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരും. അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. യെസ് യു മേ.
ഗുഡ് മോർണിംഗ് സിഡം. ഗുഡ് മോർണിംഗ്, ഇരിക്കൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചാണ്. പശ്ചിമ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ ഫ്രാൻസിൽ 1789-നും 99-നും ഇടയ്ക്ക് സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നീ ജനാധിപത്യ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നടന്ന വിപ്ലവമാണ് ലൂയി ദ 16. ലൂയി 16 തടവിലാക്കപ്പെടുന്നത് രാജകീയ ആസ്ഥാനമായ ബാസിലയുടെ ആക്രമണത്തെ തുടർന്നാണ്. ടീച്ചറെ, ക്ലാസ്സില്ലേ? എല്ലാരും നോട്ട്സ് എഴുതാനുള്ള പുസ്തകം എടുത്തോളൂ. ടീച്ചറെ, ഒരു സംശയമുണ്ട്. എന്താ സംശയം? ഈ അഷ്ടധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ടീച്ചറെ? അഷ്ടധർമ്മങ്ങളോ? അതിനെ കുറിച്ച് ഏത് പാഠത്തിലാ പറഞ്ഞിരിക്കുന്നേ? പാഠത്തിലില്ല, ഒരു സംശയം ചോദിച്ചതാ. ടീച്ചർക്ക് അറിയില്ലേ? അത് ഞാൻ റെഫർ ചെയ്തിട്ട് നാളെ പറഞ്ഞുതരാം. സിറ്റ് ഡൗൺ. ധർമ്മങ്ങളെ പൗരാണികർ 8 തരംതിരിച്ചിരിക്കുന്നു: യാഗം, വേദാഭ്യാസം, ദാനം, തപസ്, സത്യം, ക്ഷമ, ദയ, ലോപമില്ലായ്മ. ഇതാണ് അഷ്ടധർമ്മങ്ങൾ. അഷ്ടവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ 8 ഔഷധങ്ങളാണ്. അതിൽ ചിലത് ചേർന്നാൽ അത് വാദത്തിനുള്ള കഷായ. ഇവിടെ ചിലർക്ക് അത് കൊടുക്കേണ്ടി വരും. ബ്രഹ്മലക്ഷണത്രയങ്ങൾ ഏതൊക്കെയാ? അതൊക്കെ ക്ലാസ് ടീച്ചറോട് ചോദിക്കേ. ഏതാ ടീച്ചറെ? അതും ടീച്ചർക്ക് അറിയില്ല. അയ്യോ കഷ്ടം. ബ്രഹ്മലക്ഷണങ്ങൾ: സത്യം, ശിവം, ശാന്തം. ശാന്തം എന്ന് പറഞ്ഞ ഇപ്പത്തെ ടീച്ചർ നിൽക്കുന്നില്ലേ, അതുപോലെ ശാന്തം, പാവം. ടീച്ചറെ, എന്ന് പറഞ്ഞാ എന്തുവാ? സിലബസ് ഇല്ലാത്തൊന്നും ചോദിക്കണ്ട. കണ്ടോ കണ്ടോ, ടീച്ചർക്ക് ദേഷ്യം വന്നു തുടങ്ങി. അത് ടീച്ചർക്ക് പറയാൻ പറ്റുന്ന ഉത്തരവായിരുന്നല്ലോ. കാരണം ടീച്ചറും ചെറുപ്പത്തിൽ അതൊക്കെ ചെയ്തു കാണുവേ. മനസ്സിലായില്ലയോ? എന്യൂറസിസ്, കിടക്കപ്പായ കിടന്ന മുള്ളണ സ്വഭാവം. ഇരിക്കെ. ഇന്ന് പഠിപ്പിക്കാനുള്ള വിഷയമല്ലാതെ വേറെ വല്ലതും ഒക്കെ ചോദിച്ചാ അതൊക്കെ പറഞ്ഞു തരാനുള്ള അറിവ് ടീച്ചർക്ക് ഉണ്ടായിന്ന് വരുവോ? അതുകൊണ്ട് ഇനി ചോദ്യങ്ങളൊന്നും വേണ്ട. എന്നാ ടീച്ചറെ, വെള്ളം വല്ലതും കുടിക്കണോ? ഓ, വേണ്ടി വരില്ല. ആവശ്യത്തിൽ കൂടുതൽ പിള്ളേര് കുടിപ്പിച്ചല്ലോ. അപ്പോഴേ ഈ അറിവും സംസ്കാരവും ഒക്കെ ഉണ്ടെന്ന് സ്വയം അങ്ങ് അഹങ്കരിച്ചാൽ മാത്രം പോരാ. അതിനുള്ള മരുന്ന് ലേശമെങ്കിലും കയ്യിൽ ഉണ്ടാവുകയും വേണം. അതുകൊണ്ട് ടീച്ചർ അന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ടീച്ചർക്ക് പറഞ്ഞിരിക്കുന്ന പണി വീട്ടിലിരുന്ന് കെട്ടിയോന് 4 നേരം വെച്ചു വിളമ്പി എന്റെ അമ്മച്ചിയെ പോലെ ഒരു 5-6 എണ്ണത്തിനെ പെറ്റ് വളർത്താനാ. അതല്ലേ നല്ലത് എന്റെ വിവരദോഷി ടീച്ചറെ. ടീച്ചറെ, മോൾ എന്നാ അബദ്ധമായി കാണിച്ചത്? 2-3 ലക്ഷം വാങ്ങിയിട്ടാ പലയിടത്തും അധ്യാപകരെ നിയമിക്കുന്നത്. 10 നയാ പൈസ മുടക്കില്ലാതെ നല്ലൊരു ജോലി കിട്ടിയിട്ട് രാജിക്കത്ത് കൊടുത്തേച്ച് വന്നിരിക്കുന്നു. കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്താ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എന്നാ തേവക്കാട്ടുകാരോട് മത്സരിക്കാൻ പോവാന്നു? അവരെ പിണക്കിയിട്ട് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഭർത്താവേ, എന്നാത്തിനുള്ള പുറപ്പാടാന്നോ ആവോ? ഒരാളെ വിട്ട് അറിയിച്ചിരുന്നേൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. കയറി ഇരുന്നാട്ടെ. വേണ്ട, സ്കൂളിലെ വിവരങ്ങൾ അറിഞ്ഞോണ്ട് വന്നതാ. ക്ഷമിക്കണം, അങ്ങനെ ഒരു സാഹചര്യത്തില് അറിയാതെ ഒരു ബുദ്ധിമോശം. തെമ്മാടിത്തരം കാണിച്ച അടിച്ച് കരണം പൊട്ടിക്കുക വേണ്ടത്. എന്നതാ നിങ്ങൾ വിചാരിച്ച് ഒരു വിദ്യാലയത്തിൽ വന്ന് ആർക്കും എന്ത് തോന്നിയാസം കാണിക്കാന്നോ? അത് ഈ പെങ്കൊച്ചിനെ ക്ലാസ് നിർത്തി കരയിക്കുക എന്ന് പറഞ്ഞ എനിക്കത് പൊറുക്കാൻ പറ്റത്തില്ല. എന്റെ മോനാണേലും അവൻ ചെയ്ത് തെറ്റ് തന്നെ. ഈ ലോകത്ത് എന്റെ അപ്പന് സഹിക്കാൻ മേലാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ: പെങ്കൊച്ചുങ്ങളുടെ കണ്ണീര്. ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു പെങ്കൊച്ചും ജോലി ഉപേക്ഷിച്ച് കണ്ണീരോടെ പോകാൻ പാടില്ല. മേലിൽ കുട്ടപ്പായി വന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം, പോരായോ? അവനൊരു ഇച്ചിരി മുൻകോപം എടുത്തിയാട്ടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഉള്ളു ശുദ്ധ. അവൻ പറഞ്ഞ ഒന്നും ടീച്ചർ കാര്യമാക്കണ്ട. മാത്രമല്ല, ടീച്ചറിന്റെ രാജി ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ടീച്ചർ നാളെ മുതൽ സ്കൂളിൽ വരണം. ഞാൻ വരാം. അവളും ഇടുക്കിയ അന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോഴേ അവളുടെ തന്തയുടെ സാമർത്ഥ്യവും എനിക്കങ്ങ് ബോധിച്ചു. നമ്മുടെ കുട്ടപ്പായെ വരച്ച വരെ നിർത്തണേ. അവളെ പോലെ ഒരു തേവക്കാട്ട് വന്ന് കേരളം. വലിയ തറവാട് സമ്പത്തും ഇല്ലെന്നേ ഉള്ളൂ.
ബാക്കി എല്ലാം കൊണ്ട് നമുക്ക് ചേർന്ന കാര്യമാണ്. എന്നതാ ഇത്ര വലിയ ആലോചന? ആ പുതിയതായി വന്ന ടീച്ചർ പെണ്ണിനെ നമ്മുടെ കുട്ടപ്പായ്ക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? ആ കാണാനൊക്കെ കൊള്ളാന്നതാ അമ്മച്ചി. കുട്ടൻ സൈറ്റ് നല്ല മാച്ചാ. ഞാൻ കണ്ടിട്ടുണ്ട് പാപ്പാ. കുറുത്തം കെട്ടവനൊന്ന് സമ്മതിച്ചെന്നാ മതിയായിരുന്നു. സമ്മതിച്ചില്ലെങ്കിലേ നിർബന്ധിച്ചങ്ങ് കെട്ടിച്ചേക്കണം ചേച്ചമ്മേ. അപ്പാ ഇനി കുട്ടപ്പായുടെ സമ്മതം അറിഞ്ഞു വരുമ്പോഴേക്കും അവന്റെ ഷഷ്ടിപൂർത്തിയും കല്യാണവും കൂടെ ഒരുമിച്ച് നടത്തേണ്ടി വരും. എന്നതാ അതെങ്ങനെ? ലോകത്തെ ഏത് പെണ്ണിനെ കൊണ്ടുപോയി കാണിച്ചാലും അവൻ എന്തേലും കുറ്റം കണ്ടുപിടിച്ചോണ്ട് വരും. അവന് കെട്ടാൻ കഴിയില്ലെന്നേ, അത് തന്നെ കാര്യം. ഒരു കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ ഊര് ചുറ്റി തെമ്മാടിത്തരവും കാണിച്ച് നടക്കുന്നത് എങ്ങനെയാ? അപ്പാ ദേവൻ വരുന്നുണ്ട്. ആ വരട്ടെ. അപ്പനെല്ലാം ഉറപ്പിച്ച് വാക്ക് കൊടുത്തു പറഞ്ഞാൽ മതി, അവനോട് സമ്മതിച്ചോളും. കുട്ടപ്പായേ ഒരു ഹാപ്പി ന്യൂസ്. എന്നാ പുതിയ ബെൻസിന്റെ ചേസ് വല്ലതും വരുന്നുണ്ടോ? ചേസിസ് ബെൻസിന്റേതല്ല, റെബേക്ക ടീച്ചറും കുട്ടൻസുമായുള്ള കല്യാണം അപ്പാപ്പനങ്ങ് ഉറപ്പിച്ചു. പെണ്ണിനെ നീ കണ്ടിട്ടുണ്ടേലും വേറെ ഹോൾസെയിൽ ആയിട്ടൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയേക്കാം. എന്നതാ? ഓ അതൊന്നും വേണ്ടാന്നേ. അച്ചാറ കല്യാണത്തിന്റെ തീയതി എന്താണെന്ന് തീരുമാനിച്ചാ മതി. അല്ലയോ പാപ്പ? മത്തവേനൽ അവധി കഴിഞ്ഞ് നോമ്പ് വീടിയിട്ടു മതി കല്യാണം. അതിന് വേറെ ആളെ നോക്കിയാ മതി. വെറുതെ ആളെ വടിയാക്കല്ലേ. നീ ഇനി എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങള് പോയി എല്ലാം ഉറപ്പിച്ചു വന്നിരിക്കുക. ഇതെന്നാ പണിയാ അപ്പനെ കാണിച്ചേ? ആര് പറഞ്ഞു എന്നോട് ചോദിക്കാതെ എന്റെ കല്യാണം ഉറപ്പിക്കാൻ? നിന്നോട് ചോദിച്ചോണ്ടാണോ പള്ളിയിൽ കൊണ്ടുപോയി മാമുദീസ മുക്കിയത്? നിന്നോട് ചോദിച്ചോണ്ടാണോ അതിനെ പള്ളിക്കൂടത്തിൽ വെച്ച് പഠിപ്പിച്ചത്? അല്ലല്ലോ. എന്നാ പിന്നെ ഇതും ചോദിക്കേണ്ട കാര്യമില്ല. ഇത് നല്ല ന്യായം. അങ്ങനാണെങ്കിൽ ചെറുപ്പത്തിൽ മണ്ണുവാരി തിന്നു പറഞ്ഞ് ഇപ്പൊ വലുതായിട്ടും കുറെ മണ്ണുവാരി തരുമോ തിന്നാൻ? എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് പോലെ ഇവിടെ ഒരു വള്ളി നിക്കറോട്ട് പിച്ച വെച്ച് നടക്കാം. ഒന്നിനും എന്റെ അനുവാദം ചോദിക്കണ്ടല്ലോ. ഇത് ഉറപ്പിച്ചതേ അപ്പൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെയും കൂടി തീരുമാനമാ. ആന്നോ? ഇച്ചായന്റെ തീരുമാനം ഉണ്ടായിരുന്നു? അയ്യോ ഞാൻ അത് അറിഞ്ഞില്ല കേട്ടോ. എങ്കിലൊരു കാര്യം ചെയ്യും, ഇച്ചായൻ തന്നെ ആ പെണ്ണെ കെട്ടിക്കും. അതിന് മേരിക്കുറിച്ച് സമ്മതിക്കോട്ടെ. അയ്യടാ വയസ്സുകാലത്തെ ഒരു പൂതി. ഈശോയെ നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ടീച്ചർ പെണ്ണിന് വേറെ വല്ല വാദിയാരെ അന്വേഷിച്ചോണം. ഇത് നടക്കുകയല്ല. ദേവക്കാട്ട് അവറാച്ചൻ ഒരു വാക്കേ ഉള്ളൂ. നീ എന്നാ പറഞ്ഞാലും നടന്നിരിക്കും. ഇതെന്നാ മര്യാദയാ? വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഓയിൽ ഇടാൻ നോക്കരുത്. ഓയിൽ ഇടാൻ മാത്രമല്ല, വേണ്ടി വന്ന ഗ്രീസ് അടിച്ച് പഞ്ചർ ഓടിച്ചാ വിടാൻ പോകുന്നത്. ആ കുട്ടിക്ക് എന്നതാ ഒരു കുറവ്? പഠിപ്പുണ്ട്, സൗന്ദര്യമുണ്ട്, പിന്നെന്നാ? അപ്പൊ ഇത് ചേച്ചിയമ്മയും കൂടെ അറിഞ്ഞോണ്ടുള്ള ഒരു ഇടപാടല്ലേ? അവക്ക് ഒരു കുറവുമില്ല, കൂടുതലേ ഉള്ളൂ, ഒരെല്ല്. അത് നമുക്ക് ഊരാമടാ. അപ്പ കുട്ടപ്പായിക്ക് അഭിപ്രായ വ്യത്യാസം വന്ന സ്ഥിതിക്ക് ഈ പ്രശ്നവും ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് വിടാം. എന്നാ? അതാ അതിന്റെ ശരി. അങ്ങനെയാണെങ്കിൽ ഇവനും ആ പെങ്കൊച്ചും തമ്മിലുള്ള കല്യാണത്തിനെ അനുകൂലിക്കുന്നവരൊക്കെ ഒന്ന് കൈപോക്കണം. അനുകൂലിക്കുന്നവരുടെ എണ്ണം കണ്ടല്ലോ. ഇനിയിപ്പോ നീ എന്നാ പറയുന്നേ? അങ്ങനെ അങ്ങ് പോവാതെ ഒന്ന് സമ്മതം മൂലിയച്ചും പോ. എടാ കുട്ടപ്പായി, നീ അങ്ങ് സമ്മതിക്കടാ മോനെ. ചേച്ചിയമ്മയല്ലേ ഈ പറയുന്നേ? അവള് നല്ല പെണ്ണാ മോനെ. അതെ, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ പേടിച്ചിട്ടൊന്നുമല്ല. ചേച്ചിയമ്മ പറഞ്ഞതുകൊണ്ട് തൽക്കാലം എനിക്ക് സമ്മതം. എന്നതാ 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 സമ്മതമാണോ? അപ്പൊ ഈ കാണിച്ചതൊക്കെ ചുമ്മാ ജാടയല്ലായിരുന്നോ? ഇനി ആ പെങ്കൊച്ചിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ ആലോചിച്ചാ. Good morning all of you. Good morning sir. കുട്ടപ്പായി, എന്നാ അടുത്ത മാസം എന്നെ ഒന്ന് സഹായിക്കണം. എന്നാ? ഒരാഴ്ചത്തെ പ്രശ്നമേ ഉള്ളൂ. എന്റെ പെമ്പറനോത്തി ഒന്ന് ഹൈദരാബാദ് വരെ കൊണ്ടുപോകണം. ആസ്മയ്ക്കുള്ള മീൻ വിഴുങ്ങാനാ. അതിന് സാർ ഇവിടുത്തെ പാവം പിള്ളേരുടെ പോർഷൻ വിഴുങ്ങിട്ട് തന്നെ പോണോ? കുട്ടപ്പായി, ഒരാഴ്ചത്തെ ഇംഗ്ലീഷ് ഒന്ന്. ഇതായിപ്പോ ഇവിടുത്തെ ഒരു ഏർപ്പാട്. എന്റെ തലയിൽ ഓരോന്ന് കെട്ടിവെച്ചേച്ച് ഭാര്യയുടെ പ്രസവം, ആസ്മ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരങ്ങ് മുങ്ങിയേക്കുക. എപ്പോഴും ഈ കേസ് കെട്ടൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല. നമ്മൾ വല്ല അരിച്ചാക്കോ ലോറിയോ ഒക്കെ ആയിട്ട് കഴിഞ്ഞോളാവേ. തേവക്കാട്ടേക്ക് സ്വന്തം മകളെ പറഞ്ഞേക്കെന്ന് വെച്ചാ അത്രയ്ക്ക് പുണ്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ടോന്നാ. അറിയാലോ, ഞാനൊരു റിട്ടയേർഡ് അധ്യാപകനാ. ആകെ സമ്പാദ്യം എന്ന് പറയാനുള്ളത് 3 പെൺമക്കളാ. നാട്ടു നടപ്പനുസരിച്ച് ഒരു പെൺകുട്ടിയെ പറഞ്ഞയക്കുമ്പോ മറ്റുള്ള കാര്യങ്ങൾ ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങള്
ഉടുത്തൊരുങ്ങിയ പെങ്കൊച്ചനെ പള്ളിയിലോട്ട് എത്തിച്ചാ മാത്രം മതി. അതെ, ബാക്കി വിഷയങ്ങളൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എന്നാലും എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു വിവാഹമാണ്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്റെ മോളെ പറഞ്ഞേക്കണമെന്ന് ആഗ്രഹമുണ്ട്. എതിരൊന്നും പറയരുത്. ചുരുങ്ങിയത് ഒരു 3 മാസത്തെ സമയമെങ്കിലും എനിക്ക് തരണം. ആ പറഞ്ഞതൊരു ന്യായമാണല്ലോ. അങ്ങനെയാന്നേ തൽക്കാലം കാര്യങ്ങളൊക്കെ നമുക്ക് വാക്കാൽ ഉറപ്പിച്ചു വെക്കാം. പിന്നെ പെൺകുട്ടിക്ക് എതിരഭിപ്രായം ഒന്നും ഉണ്ടാവില്ലല്ലോ? അവക്കങ്ങനെ എതിരഭിപ്രായമൊന്നും വരേണ്ട കാര്യമില്ല. എങ്കിലും അവളുടെ മനസ്സുകൂടെ ഒന്ന് അറിയണമല്ലോ. സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോ ഞാൻ അവളോട് സംസാരിക്കാം. എന്നിട്ട് തേവക്കാട്ട് വന്ന് വിവരവും അറിയിക്കാം. എന്നാ പിന്നെ പറഞ്ഞതുപോലെ. ഓ, അല്ല, ടീച്ചറിന്റെ പിണക്കം ഇപ്പോഴും അങ്ങ് തീർന്നില്ലായോ? എന്നതാ ഇത്ര ഗൗരവം? പിണക്കമാണോ അതോ നമ്മുടെ വിവാഹം ഉറപ്പിച്ചതിന്റെ ചമ്മലോ? വിവാഹോ? ആ, അപ്പനും ഇച്ചായന്മാരും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി തീരുമെന്ന് നമ്മൾ രണ്ടാളും കരുതിയില്ലല്ലോ. എല്ലാവരും നിമിത്ത. വീണ്ടും എന്നെ ഇൻസൾട്ട് ചെയ്യാനുള്ള പുറപ്പാടാണെങ്കിൽ വേണ്ട. ടീച്ചറെ എന്നതായി പറയുന്നേ? ആദ്യം ഈ കല്യാണം വേണ്ടെന്നൊക്കെ ഞാനും ചുമ്മാ സ്റ്റൈലിൽ അങ്ങ് ജാറ കാച്ചിയല്ലയോ? അന്ന് എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചപ്പോഴേ എനിക്കിഷ്ടായി. ഇപ്പതേ കല്യാണത്തിന് പൂർണ്ണ സമ്മതം കൊടുത്തേച്ച് തന്നെ വന്നിരിക്കുന്നേ, അല്ലാതെ ഇൻസൾട്ട് ചെയ്യാനൊന്നും അല്ല. എന്നാ ഇപ്പൊ വിശ്വാസമായി? നേരത്തെ സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ വിശ്വാസായി. നിങ്ങളുടെ തലയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് ഒരു കല്യാണക്കാരൻ പറഞ്ഞു വന്നിരിക്കുന്നു. അല്ല, അപ്പനും ഇച്ചാനും കൂടെ അവിടെ വന്ന് എല്ലാം ഉറപ്പിച്ചു എന്ന് പറഞ്ഞത്? ഞാൻ അറിയാതെ എന്റെ കല്യാണം ഉറപ്പിച്ചെന്നോ? കൊള്ളാം. ജോലി തിരിച്ചു വരണം, നിങ്ങൾ ഇനി ശല്യം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ അതിനർത്ഥം നമ്മൾ തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു എന്നാണോ? തേവക്കാട്ട് നിന്ന് ബന്ധുത ചേരാനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ലേ? മാത്രമല്ല നിങ്ങൾക്ക് നല്ല അറിവും സംസ്കാരവും തലയ്ക്കകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഉള്ള ഒരു ബുദ്ധിജീവി പെൺകുട്ടിയെ നോക്കുന്നതായിരിക്കും നല്ലത്. ഞാനൊക്കെ സിലബസിലുള്ള വിഷയങ്ങളെ കുറിച്ച് മാത്രം വിവരമുള്ളൊരു സാധാരണ ടീച്ചറാ. നമ്മളെങ്ങ് വെറുതെ വിട്ടേരെ മാഷേ. എല്ലായിടത്തും വെക്കടാ. നമസ്കാരം കുട്ടപ്പായി. യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നോ? എന്റെ കൈമേത്ത് വീഴുന്നതിന് മുമ്പ് പൊക്കോണം. കുട്ടപ്പായി, ശത്രു ആയാലും ഉമ്മറത്ത് കയറി വരുന്നവരെ അപമാനിക്കരുന്ന് അപ്പം പറയാറില്ലേ? വലിയ മുതലാളി അകത്തുണ്ട്. അല്ല, ഇതാര്? ആയിരങ്ങളുടെ അനിഷേധ്യ നേതാവ് വടക്കേത്തല ശിവദാസനോ? വലിയ വലിയ നേതാക്കന്മാര് തേവക്കാട്ടെ പടിയൊക്കെ കേറുവോ? അത് പിന്നെ കാഴ്ചകളെ മുന്നിൽ വെക്കടാ. ഓ, തെറ്റുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് മുതലാളി, പൊറുക്കണം. പണ്ട് ഒരോളത്തിന്റെ അന്ന് ഇതുപോലെ കാഴ്ചയും വെച്ച് നിന്റെ അച്ഛൻ പുലുക്കണ്ടത്ത് പോലെ ഒരു സങ്കടം പറഞ്ഞു. 16കാരനായ നിനക്ക് എന്നാങ്കിലും ഒരു ജോലി തരപ്പെടുത്തണമെന്ന്. അങ്ങനെ TS നമ്പർ 42 ഈ കാല് തൊട്ട് വന്നിച്ച് നീ അങ്ങ് കള്ളടക്കാൻ കേറി. പിന്നെ വളർന്നപ്പോ പലപ്പോഴും ആ കാല് തന്നെ നീ വാരി, എടോ മൂപ്പിന്നേ തന്നെ ഞാൻ കണ്ടോളാം എന്ന് വരെ പറഞ്ഞു നീ. പഴയതൊക്കെ പറഞ്ഞ് മുതലാളി എന്നെ വിഷമിപ്പിക്കരുത്. സത്യം പറഞ്ഞ കുറ്റബോധം കൊണ്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ ഒടുക്കത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് അവന്മാര് പറഞ്ഞത് പലപ്പോഴും എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടാണോടാ പന്നെ പാലക്കല വഴിവെട്ട് കേസിൽ നീ ഞങ്ങൾക്കെതിരായിട്ട് കള്ളസാക്ഷി പറഞ്ഞേ? നിന്റെ ഈ പീറത്തടി ഇവിടുത്തെ ചോറാന്ന് മറന്നിട്ടാ തേവക്കാട്ടുകാർക്കെതിരെ ഈ നിയോജക മണ്ഡലത്തിൽ നീ മത്സരിച്ചത്. മത്സരിച്ചെങ്കിൽ എന്താ, ഞാൻ തോറ്റെന്നില്ല കുട്ടപ്പായി. ഓ, നീ തോറ്റെന്നല്ലയോ? ദേവരാ അലക്കലക്കലുണ്ടല്ലേ? ഡാ, തേവക്കാട്ടുകാർ നിർത്തുന്ന സ്ഥാനാർത്ഥിക്കെതിരെ നിന്ന് ഇവിടെ ഒരുത്തനും ജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. വടക്കേത്തല ശിവദാസനല്ല, നിന്റെ അപ്പൻ പുലിക്കണ്ടത്ത് കോരമെന്ന് നിന്നാലും ജയിക്കുകയല്ല. മുതലാളി, ചത്തുപോയ എന്റെ അച്ഛന് പറയുന്നത് കേട്ടില്ലേ? ഈ കുട്ടപ്പായുടെ ഓരോ കുസർ. അവന്റെ കൈ വീഴുന്നതിന് മുമ്പ് വന്ന കാര്യം പറഞ്ഞേച്ച് നീ പോകാൻ നോക്ക് ശിവ. അവിടത്തേക്ക് അറിയാലോ, ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ആകെ ഉള്ളതൊരു മോള. നല്ലൊരു കാര്യം വന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുക. ചിങ്ങത്തിൽ അതങ്ങ് നടത്തണമെന്നുണ്ട്. പക്ഷെ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ഈ കല്യാണം നടക്കത്തുള്ളൂ. ഉള്ളതൊക്കെ പണയപ്പെടുത്തി ഇച്ചിരി കാശുണ്ടാക്കി ഇപ്രാവശ്യം ഫോറിൻ ലിക്കറിന്റെ ടെൻഡറിനെ വെച്ചാ കൊള്ളാം. ഇപ്രാവശ്യം എനിക്കതൊന്ന് വിട്ടു തന്നൂടെ? കൊള്ളാം. 25 വർഷമായിട്ട് തേവക്കാട്ടുകാർ പിടിക്കുന്ന FLW 116 കൈമണിയായി 2 നേന്ത്രക്കൊല. നിന്റെ ബുദ്ധി കൊള്ളാം. ഇതാ ഒരു കുഴപ്പം. അറിയാതെ ചെയ്താൽ നന്ദി കിടന്ന് പറയും.
യാചിക്കാൻ വന്ന ഇതുപോലെ കളിയാക്കുകയും ചെയ്യും. നീ ടെൻഡർ വെക്കുകയോ വിളിക്കുകയോ എന്നാ വേണേലും ചെയ്തോ, വിട്ടുതരണോ വേണ്ടായോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അയ്യോ, വലിയ മുതലാളിയോട് മത്സരിക്കാനോ? ഞാനോ? നന്ദികേട് കാണിക്കത്തില്ല വടക്കത്തില്ല. പെങ്കൊച്ചിന്റെ കല്യാണക്കാരൻ ആയതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോയതാ. വേണ്ട, ഞാൻ വിളിക്കുന്നില്ല. അവിടുന്ന് ഒരു 10 ലക്ഷം രൂപ തന്നാ ഞാനങ്ങ് മാറിയേക്കാം. അപ്പന്റെ മുമ്പിൽ നിന്ന് വില പേശുന്ന ഇറങ്ങി പോടാ പന്ന. വേണ്ട, തേവക്കാട്ട് വന്ന് കൈനീട്ടിയ വാരിക്കൊരു തരുമെന്ന് കേട്ടിട്ടുണ്ട്. വലിയ കള്ളുകച്ചവടക്കാരനാണെന്നും വേണ്ടിയിട്ടില്ല. എന്റെ മോളുടെ കല്യാണക്കാരെ ആലോചിച്ചപ്പോ അങ്ങനെ പലരും ചിന്തിച്ചതേ ഉള്ളൂ. എന്റെ മോളുടെ കല്യാണം മുടങ്ങിക്കോട്ടെ, എനിക്കൊന്നും വേണ്ട. ഇനി ഈ കാര്യം പറഞ്ഞ് ഞാൻ മുറ്റത്ത് വരത്തുമില്ല. ഞാൻ പോവാ മുതലാളി. നിക്കടാ അവിടെ. നിന്റെ ടെൻഡർ പേടിച്ചിട്ടോ കള്ളക്കണ്ണീര് കണ്ടിട്ടോ ഒന്നുമല്ല, ഒരു പെങ്കൊച്ചിന്റെ കാര്യമായതുകൊണ്ടാ. എടാ കുട്ടപ്പായി, ആ മൂന്നാറിൽ വന്നതിന് ഒരു 2 ലക്ഷം എടുത്ത് കൊടുത്തേര്. അപ്പ ഇവൻ പോട്ടടാ. FLW 116 ലേലം ആരംഭിക്കുകയാണ്. ഓഫ്സെറ്റ് പ്രൈസ് 50 ലക്ഷം രൂപ. തേവക്കാട്ട് 75 ലക്ഷം രൂപ. FLW 116 തേവക്കാട്ട് 75 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ. വടക്കേത്തല ശിവദാസ് 1 കോടി. വടക്കേത്തല ശിവദാസ് 1 കോടി രൂപ. 1 കോടി രൂപ. 1 കോടി രൂപ. 1 കോടി രൂപ. വടക്കേത്തല ശിവദാസ് 1 കോടി രൂപ. 1 കോടി 25 ലക്ഷം രൂപ. തേവക്കാട്ട് 1 കോടി 25 ലക്ഷം രൂപ. 1 കോടി 50 ലക്ഷം. ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. ഈ ചായ ക്ലീറ്റസാ. എന്നാടാ കുട്ടപ്പായി ചായ ലേലം നമുക്ക് പിടിക്കാൻ പറ്റും തോന്നണില്ല. എന്നാടാ നീ പറയുന്നേ? ആ വടക്കേത്തല ശിവദാസ് ചതിച്ച് ചായ. 1 കോടി 75 ലക്ഷം. തേവക്കാട്ട് 1 കോടി 75 ലക്ഷം രൂപ. 2 കോടി. വടക്കേത്തല 2 കോടി രൂപ. 2 കോടി 10 ലക്ഷം. തേവക്കാട്ട് 2 കോടി 10 ലക്ഷം രൂപ. 2 കോടി 50 ലക്ഷം. വടക്കേത്തല 2 കോടി 50 ലക്ഷം രൂപ. വടക്കേത്തല 2.5 കോടി രൂപ. വടക്കേത്തല 2 കോടി രൂപ. വേണ്ട, വിട്ടുകൊടുത്തേ. അവന്റെ പിന്നിൽ ആരോ ഉണ്ട്. വടക്കേത്തല 2 കോടി 50 ലക്ഷം രൂപ. 2 കോടി 50 ലക്ഷം ഒരു തരം. വടക്കേത്തല ശിവദാസ് 2 കോടി 50 ലക്ഷം രൂപ. 2 കോടി 50 ലക്ഷം രൂപ. 2 കോടി 50 ലക്ഷം 2 തരം. 2 കോടി 50 ലക്ഷം രൂപ. 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 2.5 കോടി രൂപ. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. വടക്കേത്തല 2 കോടി 50 ലക്ഷം 3 തരം. അവൻ ചതിക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അപ്പാ. കുട്ടപ്പായി, വേണ്ട. എണീക്കടോ. അയ്യോ, ഇതാരൊക്കെയാ? തേവക്കാട്ട് മുതലാളിമാരാ? നിങ്ങൾ വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ ആളെ വിടില്ലായിരുന്നല്ലോ. എന്താടോ വടക്കേത്തലേ, ലേലം പിടിച്ചോ? നമ്മൾ പിടിച്ചു മുതലാളി. താൻ എന്ത് മറ്റേടുത്ത പടിയോടോ കാണിച്ചത്? തേവക്കാട്ടുകാരോട് മത്സരിക്കാൻ ഈ പാവപ്പെട്ട PK ഗ്രൂപ്പുകാരെ കൊണ്ട് പറ്റുവോടോ? മുതലാളി ക്ഷമിക്കണം, അവൻ ആളറിയാതെ അങ്ങ് ഉറപ്പിച്ചതാ. അല്ലെങ്കിൽ 10-25 വർഷമായിട്ട് നിങ്ങൾ പിടിക്കുന്ന ബ്രാൻഡിൽ കയറി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിക്കണം നിപ്പ് കണ്ടില്ലേ കഴുത. മേലിൽ എന്റെ കണ്ണുവെട്ടത് കണ്ടുപോരുത്. പോരെ മുതലാളി? എന്നതായി ചങ്ങാതിയുടെ പേര്? അയ്യോ, അലോഷിന്നാണേ. അയ്യോ എന്ന് പറഞ്ഞത് ഇനിഷ്യലാണോ? ആ, എന്നെങ്കിലും ആട്ടെ. ഏതായാലും പ്രകടനമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. തേവക്കാട്ടുകാർക്ക് FLW 116 പോയാ ആനയുടെ വാലിന്റെ അറ്റത്തെ ഒരു രോമം, അത്രേ ഉള്ളൂ. പക്ഷെ ആ രോമം കൈ കിട്ടിയെന്ന് കരുതി ഒരുമാതിരി ആളെ ആക്കിയിട്ടുള്ള നിന്റെ ഈ പ്രകടനം ഉണ്ടല്ലോ, അത് എന്റെ മറ്റടുത്ത 3ാം ക്ലാസ്സിലെ പിള്ളേർക്ക് മോണോ ആക്റ്റായി പറഞ്ഞു കൊടുത്തേച്ചാ മതി കേട്ടോടാ. അയ്യോ അലോഷി. അപ്പം ഈശ്വര, അവനിതെന്ത് ചതിയാ കാണിച്ചേ?
എത്ര കാലമായി നമ്മൾ പിടിച്ചോണ്ടിരുന്ന ലേലവാന്മാർ പിടിച്ചത് മഹാ നാണക്കേടായി പോയി. PK ഗ്രൂപ്പുകാർ അത്ര പണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തുക കയറ്റി വിളിക്കാൻ ചെന്ന ജനസംസാരം. ലേലം പിടിച്ചതുകൊണ്ട് മാത്രം എല്ലാം തീർന്നില്ല ചായ. അവന്മാര് നമ്മളെ തോപ്പിച്ചോണ്ട് ഇവിടെ മാനവ മര്യാദയായിട്ട് കച്ചവടം നടത്തുന്ന എനിക്കൊന്ന് കാണണം. വാഴിക്കല ഞാൻ ഒരുത്തനെയും. എടാ കുട്ടപ്പായി, ബിസിനസ് രംഗത്ത് ഇതൊക്കെ പതിവാ. നീ വെറുതെ അവന്മാർക്കെതിരെ ഗുണ്ടായിസം കാണിക്കാനൊന്നും പോണ്ട. നിങ്ങൾ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം നമുക്ക് തിരിച്ചു പിടിക്കാന്നേ. വേണ്ട, ഇനി ആ കച്ചവടം നമുക്ക് വേണ്ട. പണ്ട് അപ്പനായിട്ട് തുടങ്ങി വെച്ചൊരു ഏർപ്പാടായതുകൊണ്ട് ഞാനും അത് തുടർന്ന് നടത്തിയതേ ഉള്ളൂ. അത് ഇങ്ങനെ നിർത്താനായിരിക്കും ദൈവം തമ്പുരാന്റെ തീരുമാനം. എന്നേക്കുമായി നിർത്തിയേക്കാം. ഒരിക്കൽ തോറ്റ് പിൻവാങ്ങിയെടുത്തോട്ട് ഇനി അവറാച്ചനില്ല. അതെ, ശേഖരൻ തമ്പിയോ? ഇതെന്നാ പറ്റി ഇത്ര പെട്ടെന്നൊരു തുക ഇങ്ങനെ പിൻവലിക്കാൻ? പലിശ കൃത്യമായിട്ടൊക്കെ എത്തുന്നുണ്ടല്ലോ. ഓഹോ, അത്ര അത്യാവശ്യമാണെങ്കിൽ വന്നോളൂ. ഓക്കെ. എന്നതാണെന്ന് അറിയാൻ മേല. രാവിലെ മുതൽ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം പണം വിഡ്രോ ചെയ്തുകൊണ്ട് പോകും. ഇങ്ങനെ പോയാൽ കുറച്ച് ഫണ്ട് ഉടനെ റേസ് ചെയ്യേണ്ടി വരും. ഹലോ, എന്നാ സുധാര? എന്നാ ആര് പറഞ്ഞു? തേവക്കാട്ട് ഫൈനാൻസ് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കോ? ഛേ, ലേലം പിടിക്കാഞ്ഞത് കൈ പണമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ആ തുകയ്ക്ക് പിടിച്ചാൽ നഷ്ടം വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കായിരുന്നു. ആ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പണം വിഡ്രോ ചെയ്യാം. വന്നോളൂ. എന്നതാടോ? ഹലോ. അപ്പ ഇത് ഞാനാ. എന്നതാടാ? എന്നാ പറ്റിയേ? എന്നാ ചതിവ് പറ്റിയെന്ന് അറിയില്ല. ഡെപ്പോസിറ്റേഴ്സ് എല്ലാം പെട്ടെന്ന് വന്ന് പണം പിൻവലിക്കുക. ഇവിടുത്തെ ഫണ്ടെല്ലാം തീർന്നു. ഉടനെ കുറെ ക്യാഷ് റേസ് ചെയ്യണം. നീ വിഷമിക്കാതിരി, എല്ലാത്തിനും നമുക്കൊരു വഴിയുണ്ടാക്കാം. എന്നാ ഇത്? ആരും വെള്ളം വെക്കരുത്, എറിയരുത്, എറിയരുത്. പിടിച്ചു മാറ്റമല്ല നിർത്താനാ പറഞ്ഞത്. ബാങ്കിലുണ്ടായിരുന്ന പണം മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. സീ ഫുഡ്സിലുണ്ടായിരുന്ന മുഴുവൻ ക്യാഷും കൊണ്ടുവന്നിട്ടുണ്ട്. അവന്റെയൊക്കെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ. വായിച്ചാ പിടിച്ച് മാറ്റണോ അവന്മാരെ? അങ്ങോട്ട് അകത്ത് ഓഫീസിലിരിക്കുക. നിന്റെ ഒന്നും ഒരു ചില്ലി കാശും വേണ്ട തേവക്കാട്ടുകാർക്ക്. കേട്ടോടാ പുല്ലന്മാരെ. എന്നാ പിന്നെ ഞങ്ങൾ കാശ് ചേടാ. എത്രയാടാ നിന്റെ നക്കാപ്പിച്ച കാശ്? പറയടാ, എത്രയാണെന്ന് അക്കൗണ്ട് നോക്കി അറിയാം. എവിടാ നിന്റെ പാസ്ബുക്ക്? കാണിക്കടാ. പാസ്ബുക്ക് ഇല്ല. അക്കൗണ്ട് നമ്പര്? അക്കൗണ്ട് നമ്പര് അത് എടപ്പന്ന വേണ്ട. വല്ലവന്റെയും വാക്ക് കേട്ട് ഇവിടെ അതിക്രമം കാണിച്ചാലുണ്ടല്ലോ ചവിട്ടി എല്ലോടിക്കും ഞാൻ. നിങ്ങൾ ആരും പേടിക്കണ്ട. തേവക്കാട്ടുകാര് ഇന്ന് വരെ ആരെയും ചതിച്ചതായ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. കാശ് കിട്ടാനുള്ളവരൊക്കെ മാന്യമായിട്ട് വന്ന് കാശ് വാങ്ങിച്ചോണ്ട് പോയിക്കോണം. ഒരുവിളെ വിളിക്കണ. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു നയാ പൈസ ഇല്ലാതെ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. മറ്റുള്ളവരെ പോലെ അമിത പലിശ വാങ്ങി നാട്ടുകാരുടെ കഴുത്തറക്കാൻ നമ്മൾ തുടങ്ങിയ സ്ഥാപനമൊന്നും അല്ലല്ലോ ഇത്. ബാങ്ക് പലിശ നിരക്കിൽ ഒരു ധനസഹായം അത്രേ കരുതിയിട്ടുള്ളൂ. നാട്ടുകാർക്ക് അത് വേണ്ടെങ്കിൽ വേണ്ട, ഇതോടെ നിർത്തിയേക്കാം. 10-25 വർഷമായിട്ട് ഞാൻ നോക്കിയും കണ്ട് നടത്തിക്കൊണ്ട് പോന്നിരുന്നൊരു സ്ഥാപനമാണ്. അതിങ്ങനെ പെട്ടെന്നൊരു ദിവസം പൊട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ മേലപ്പ. ഇച്ചായൻ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലും സമാധാനിക്കും. അതങ്ങ് പോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും തുടങ്ങാം. ഇച്ചായം വിഷമിക്കാതിരിക്കെ. ഓരോ ഡിപ്പോസിറ്റേഴ്സിന്റെ വീട്ടിലേക്കും ഫോൺ കോളുകൾ പോയിരുന്നു. കമ്പനി പൊളിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടുള്ള അനോണിമസ് കോളുകൾ. അപ്പൊ ഇത് ആരോ കരുതി കൂടി ചെയ്ത ചതിയാണല്ലോ. ഒരു സംശയവും വേണ്ട, ഇതിന്റെ പിന്നിൽ വന്ന് ലേലം പിടിച്ചോമാര് തന്നെ. അവന്മാരുടെ ആൾക്കാരാ ബാങ്കിൽ വന്ന് കല്ലെറിഞ്ഞതും ബഹളം ഉണ്ടാക്കിയതും എല്ലാം. അതെ, അന്വേഷണത്തിനിടയ്ക്ക് അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ നിയമപരമായി അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാനൊക്കുകയല്ല.
നിയമത്തിന്റെ സഹായമൊന്നും ആവശ്യമില്ല. ചതിയിലൂടെ എല്ലാം തച്ച് തകർത്തിട്ട് ഇച്ചായന്റെ ഈ കണ്ണുകൾ നിറപ്പിച്ചവന്മാരോട് മറുപടി പറയാൻ എനിക്കറിയാം. പോലീസിന്റെ നിയമം കൊണ്ട് അങ്ങോട്ട് വരാതിരുന്നാൽ മാത്രം മതി. കുട്ടപ്പായി, നീ വെറുതെ വഴക്കിലൊന്നും പോണ്ട. ഓ, എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത അവന്മാർക്ക് ഓരോ പൂച്ചണ്ടും പൂമാലയും കൊടുത്തേച്ചു വരാം. എന്റെ വക ഒരു റീത്തും. പുല്ലേ, അയ്യോ, തേവക്കാട്ട് തമ്പുരാക്കന്മാരെന്താ ഇവിടെ? ഫൈനാൻസ് കമ്പനി പൊളിഞ്ഞിട്ട് ഫണ്ട് പിരിവിന് ഇറങ്ങിയതാ? എടാ, നീ ലേലം പിടിച്ചപ്പോ അത് ബിസിനസ് രംഗത്തെ ഒരു മത്സരമാണെന്ന് കരുതി ക്ഷമിച്ചു. പക്ഷെ ഫിനാൻസ് കമ്പനി തകർക്കാൻ നീ കളിച്ച കളിയുണ്ടല്ലോ, അത് കണ്ടപ്പോ മനസ്സിലായി നീ ആണും പെണ്ണും കെട്ട ഒരു പരമ നാറിയാണെന്ന്. അതേടാ, ആണും പെണ്ണും കെട്ട കളി ഒരുപാട് കളിച്ചിട്ട് തന്നെ ഇവിടം വരെ എത്തിയത്. തേവക്കാട്ടുകാരെ കുത്തുപാള എടുപ്പിച്ച് തെണ്ടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നാറിയ കളികൾ കളിക്കാമോ അതൊക്കെ ഞാൻ ഇനി കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നിന്ന് വാഴ പഠിക്കാതെ പോടപ്പാ. അവന്റെ ചോര തെറിച്ച കടപ്പന്നിയുടെ നാറ്റമായിരിക്കും. പിന്നെ ദിവസം 4 നേരം കുളിക്കേണ്ടി വരും. വിട്ടരെ കുത്തി വാരിയല്ലൊടിക്കാൻ തേവക്കാട്ട് ആമ്പിള്ളേരുണ്ടെന്ന് മനസ്സിലായില്ലടാ. ഇപ്പൊ നിന്റെ നെഞ്ചത്തും മോന്തയ്ക്കും ഒക്കെ തന്നത് നമ്മൾ തമ്മിലുള്ള കച്ചവടത്തിന്റെ ചെറിയൊരു അഡ്വാൻസ് മാത്ര. ഇനിയും നിന്റെ മറ്റേ കളി കളിച്ചാലുണ്ടല്ലോ, അഡ്വാൻസ് കഴിച്ച് ബാക്കിയെല്ലാം കൂടെ എടുത്തൊരു മലത്തേച്ച് നിന്റെ രസീതുകൾ കൈ തരും കേട്ടോ. ഗ്രൂപ്പുകാർ ആരാണെന്ന് നീ അറിയാൻ പോതേ ഉള്ളൂ. വഴിയെ അറിയിച്ചോളാം ഞാൻ. ഹലോ, ആ ഉണ്ടല്ലോ. ആരാ സംസാരിക്കുന്നത്? ഞാൻ റാണിയുടെ കെമിസ്ട്രി പ്രൊഫസറാ. ആ കുട്ടിയെ ഫോണിലൊന്ന് കിട്ടുമോ? എന്താ സാർ, പ്രശ്നമല്ലോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. ആ കുട്ടിയുടെ സംശയം ചോദിച്ചിരുന്നു. ഞാനത് റെഫർ ചെയ്തിട്ട് വിളിച്ചു പറയാമെന്ന് പറഞ്ഞിരുന്നു. അവൾ എന്നാ സംശയം ചോദിച്ചേ? അത് പിന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ രാസനാമം എന്താന്ന്. എടി ബുദ്ധൂസേ, സൾഫ്യൂരിക് ആസിഡിന്റെ രാസനാമം നിനക്ക് അറിയത്തില്ലോടി? അറിയാതെ പിന്നെ H2SO4. ഓ ഡാ സൾഫ്യൂരിക് ആസിഡേ, നീ നേരിട്ടിങ്ങ് വന്നേച്ചാ മതി. ഒരു ജാറ സൾഫ്യൂരിക് ആസിഡ് മോന്തയ്ക്ക് ഒഴിച്ചു തരും. അപ്പൊ അറിയടാ നിനക്ക് അതിന്റെ രാസനാമം എന്നാന്ന്. അയ്യോ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേര് താമസിക്കുന്ന വീട്ടിലേക്ക് വിളിച്ച് ഒരുമാതിരി നമ്പർ ഇടാൻ നോക്കിയാലുണ്ടല്ലോ പന്ന. എന്നതാ കുട്ടൻസേ? ഏതോ ഒരുത്തൻ ശബ്ദം മാറ്റി നിന്റെ പ്രൊഫസറാണെന്ന് പറഞ്ഞ് സൾഫ്യൂരിക് ആസിഡിന്റെ രാസനാമം പറഞ്ഞു തരണം പോലും നിനക്ക്. ഓ, അത് കോളേജിൽ ഏതെങ്കിലും തലതെറിച്ച പയ്യന്മാരായിരിക്കുന്നേ. ആണോ? എങ്കിൽ മോളിനി കുറച്ചു നേരത്തേക്ക് ഫോൺ എടുക്കണ്ട. ഇന്ന് ഞാൻ അവനെ നോച്ചു. എടാ പന്ന പുന്നാര മോനെ, നിന്റെ തന്തയുടെ മറ്റേ എന്തൊക്കെ വൃത്തിയായി പറയുന്നേ? അയ്യോ, നീയായിരുന്നോ? സോറിടാ, ആള് മാറിപ്പോയതാ. ആരോടായാലും ഈ ഭാഷയിലാണോ സംസാരിക്കുന്നേ? ഇത്തരം വികട സരസ്വതി വിളമ്പുന്നവരെ കാണുന്നതിന് ദേഷ്യം എനിക്ക്. പിണങ്ങാതടി മോളെ. എന്നതാ വേണമെങ്കിൽ നേരിട്ട് വന്നൊരു സോറി തരാം.
പോരായോ? വേണ്ട വേണ്ട, ഇനി എന്നെ കാണാൻ സംസാരിക്കൊന്നും വേണ്ട. ഓ, ഒരു കെമിസ്ട്രി പ്രൊഫസറും അവന്റെ ഒടുക്കത്തെ രാസനാമോ. ഓ, പിള്ളേരെ കറണ്ട് പോകാൻ സമയമായി, തിരികെ എത്തിച്ചോളൂ. ചേച്ചി ആ തിരിങ്ങെടുത്തേ. വരുന്നു. വേഗം, സമയായി. ഓ, കൃത്യം. എടുത്താതെ കൊണ്ട് വെക്ക് പിള്ളേരെ. ഇത് ഞാനാ കുട്ടപ്പായി, നോക്ക്. ഒന്നുമില്ല, മുന്ത താഴെ വീണതാ. എന്നതാ ചേച്ചി? നാശം, ഒരു പൂച്ച എടുത്ത് ചാടിയതാ. ഒരു കള്ളപ്പൂച്ച ഇറങ്ങി നടപ്പുണ്ട്. കയ്യെ കിട്ടി അതിനെ തല്ലി കാലൊടിക്കണം. അത് ശരിയാ, അങ്ങനെ തന്നെ ചെയ്യണം. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? കറണ്ട് വരട്ടെ ചേച്ചി. കറണ്ട് ഒക്കെ വന്നോളൂ, പോയി പഠിക്കാൻ നോക്ക്. ചെല്ലേ. നട റോഡിൽ വണ്ടി ഇട്ട് കളിക്കുന്നോടാ, എടുത്ത് മാറ്റടാ പുല്ലേ. സാറേ ബ്രേക്ക് ജാമായതാ, വണ്ടി റിവേഴ്സ് എടുത്ത് മാറ്റടാ. നിന്നോടാ പറഞ്ഞ വണ്ടി എടുത്ത് മാറ്റിയിടാ സാറേ. നാശം പിടിക്കാൻ ഒന്ന് ഇറങ്ങി വന്ന് തള്ളടോ. വാടോ അവിടേക്ക് വാ. ലോറിക്കാരനെ പൊക്കെടുത്ത് ജീപ്പിക്കറ്റ്. നോ എക്സ്പ്ലനേഷൻസ്. സർ, വളരെ വിവാദമായ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിയാണ് നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. സർ, കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന വഴി വളരെ അപ്രതീക്ഷിതമായി. നിങ്ങൾ എന്ത് വിശദീകരണം നൽകിയിട്ട് ഒരു കാര്യമില്ല. ഉടനെ തുറപ്പൻ ജോസിനെ എവിടെ നിങ്ങൾ തപ്പിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. സർ, യു ക്യാൻ ഗോ നൗ. അതെ, തേവക്കാട്ടുന്ന് പറഞ്ഞാൽ മതി, മിനിസ്റ്റർക്ക് മനസ്സിലാവും. ആ മിനിസ്റ്ററാണോ? ഇത് തേവക്കാട്ട് കുരുവിളയാ. ഞാൻ അപ്പുറം കൊടുക്കാം. എന്നതാണോ ഇപ്പൊ ഈ വഴിയൊന്നും കാണുന്നില്ലല്ലോ? എന്റെ അവറാച്ചായ പരിഭവം ഒന്നും തോന്നരുത്, അറിയാമല്ലോ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ഞാൻ വിളിച്ചത് നമ്മുടെ പോളിന്റെ കാര്യം പറയാനാ. അവന്റെ കയ്യിൽ നിന്നാണല്ലോ മറ്റേ പ്രതി ചാടിപ്പോയത്. അതിന്റെ പേരിൽ ചെറുക്കനൊരു തട്ടുകേടുണ്ടാകാതെ താൻ നോക്കിക്കോണം. പ്രതിയെ എങ്ങനെയെങ്കിലും പിടിക്കാതെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഞാൻ കാണുന്നില്ല. എന്നാപ്പാ? ചാടിപ്പോയവനെ പിടിക്കാതെ ഒരു പരിഹാരമില്ലെന്നാ മിനിസ്റ്റർ പറയുന്നേ. ഒന്നിനു പുറകെ ഒന്നായിട്ടാകെ പ്രശ്നങ്ങളാണല്ലോ ഇവിടെ. ഇനിയിപ്പോ എന്നാ ചെയ്യും? മണിക്കൂർ വെച്ച് സ്റ്റേറ്റ് വിടുന്ന എന്നെ തൊരപ്പൻ. പോളച്ചൻ ഇവിടെ കിടന്ന് ജീപ്പ് ഓടിച്ചോണ്ട് ഒരു കാര്യമില്ല. തൊരപ്പൻ എവിടെയാണെന്ന് അറിയണേല് ഇനി ഒറ്റ മാർഗേ ഉള്ളൂ. എന്നതാടാ? കീരിയെ പിടിക്കണം. ഇതാര് മാത്തച്ഛൻ മുതലാളിയോ? എന്നതാടാ വല്ലതും തടഞ്ഞോ? എവിടെന്ന്? ഇത് സ്കൂട്ടാ. നീ വന്ന ഒരു കോളുണ്ട്. വാടാ. എന്നതാ വല്ലതും തടയുന്ന ഏർപ്പാടാന്നോ? അതൊക്കെ നിന്റെ യോഗം പോലെ ഇരിക്കും. തരാ റെഡി ആയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെങ്ങനെ വേണോന്ന് മാത്രം പറഞ്ഞേച്ചാ മതി. എന്നാ മുതലാളി സംഗതി? സംഗതി നിസ്സാരം. അറിഞ്ഞു കാണും തൊരപ്പൻ ചാടിപ്പോയത്. അവൻ ഏത് മാളത്തിലാണെന്ന് മാത്രം പറഞ്ഞേച്ചാ മതി. കാര്യം ശരിയാ. അവൻ എന്റെ അടുത്ത സുഹൃത്താണേലും മുങ്ങിയത് എങ്ങോട്ടാണെന്ന് എന്റെ അമ്മച്ചിയാണ് എനിക്കറിയത്തില്ല. സത്യം അതിനാ മുതലാളി അറിയാമെങ്കിൽ പറയത്തില്ലു. എന്നാ വായിച്ചേ, ഇവന് കിട്ടാനുള്ള യോഗം ഇല്ലെന്ന് കരുതിയാ മതി. വന്നു കയറിയ സൗഭാഗ്യം നീ തട്ടി കളഞ്ഞിലടാ കീരി. മുതലാളി ഒന്ന് നിന്നേ. നിന്നു. എന്നാടാ? അല്ല പറഞ്ഞാ എന്നാ തരും? അത് കുട്ടപ്പായിയാ തീരുമാനിക്കുന്നത്. കുട്ടപ്പായേ ഇവൻ എത്ര കൊടുക്കാനാ ഉദ്ദേശം? കീരിക്ക് എത്ര വേണം? അല്ല ഈ ഒറ്റല് വലിയ വഞ്ചനയാ.
അപ്പൊ കാശ് ഇച്ചിരി കൂടും. ഒരു 50. അയ്യോ അത് നീ താങ്ങത്തില്ല. എന്നാ ഒരു 25. ഞാൻ മധ്യസ്ഥം പറയാം. വെറുതെ അധികം ഭാര്യ വലിച്ചൊന്നും മേടിക്കണ്ട. കയ്യോടൊരു 15 കൊടുത്തു തരും. എന്നതാ 15 വേണ്ട. തന്നിട്ട് പറഞ്ഞാ മതിന്നേ. ഞങ്ങൾക്ക് ഒരു ധൃതിയുമില്ല. അപ്പൊ 15 ഉറപ്പിച്ചേ. കുട്ടപ്പായി അത് കൊടുത്തരടാ. അപ്പൊ ഇച്ച എണ്ണീക്കോ. 2 3 4 5 6 7 8 9. ഓ ഈശോയെ 9 കിട്ടിയപ്പോഴേ നീ അണച്ചു. എന്നിട്ടാണ് 50 ചോദിച്ചത്. എന്റെ പുണ്യാളച്ച 50 കൊടുത്തിരുന്നേ ആംബുലൻസ് വേണ്ടി വന്നേ. പറയടാ എവിടെയാ തുരപ്പൻ? നീ പേടിക്കണ്ട, നിന്നെ സുരക്ഷിതമായി ഞങ്ങൾ ഈ സ്റ്റേറ്റ് കടത്തി തന്നേക്കാം. പോരെ? അത് മതി. കംപ്ലീറ്റ് വാഹനങ്ങളും പോലീസ് അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുക. 2-3 ദിവസത്തേക്ക് നീ ഇവിടെ നനങ്ങണ്ട. ഇങ്ങോട്ടൊരു ഈച്ച പോലും കിടക്കില്ല. അയ്യോ ഇതാണോ തുറപ്പൻ? തുറപ്പനെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അരിച്ചാക്ക് തുറക്കുന്ന തുറപ്പനാണെന്ന്. പോലീസുകാരിട്ടിരിക്കുന്ന സ്ഥാനപ്പേരാടൂ തുറപ്പനെന്ന്. പിടികൊടുക്കാതെ എവിടുന്നും മുങ്ങുന്ന മിടുക്കനായവൻ അവസാനം നമ്മുടെ കെണി വന്ന് കുടുങ്ങി. പോലീസ് ഇത് മുതലാളി എന്നെ രക്ഷപ്പെടുത്തി എന്തിനാന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. അതെ, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിൽ ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങൾ ആകാശത്ത് വലിയ അടയാളങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തുരപ്പനൊരു അടയാളം മാത്രം. തേവക്കാട്ടെ സർക്കിളേമാന്റെ തൊപ്പി തെറിപ്പിക്കാനുള്ള ചെറിയൊരു അടയാളം. അതിനു വേണ്ടിയാ നിന്നെ ഞങ്ങൾ പൊക്കിയത്. ഇതെന്നാ ബുദ്ധിയാ മുതലാളി? മുതലാളി, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. മുതലാളിയൊക്കെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടത്. ഞാൻ നോക്കിയിട്ട് മുതലാളിക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവിയുണ്ട്. ഭാവി അങ്ങ് എവിടെ വരെ പോവും? മുഖ്യമന്ത്രിയാ? ഞങ്ങളുടെ പാർട്ടിയുടെ കൂടെ നിന്നാലുണ്ടല്ലോ പ്രധാനമന്ത്രി വരെ എത്തിക്കും ഞാൻ. എടാ ആൻഡ്രൂസേ, എന്താ ചേട്ടാ ഇവനെ നീ തല്ലുവോ അതോ ഞാൻ തന്നെ തല്ലോ? അതെ, താൻ ഞങ്ങൾക്ക് ഭാവി വളർത്താൻ നോക്കണ്ട. തന്നെ മുന്നിൽ നിർത്തി ഞങ്ങൾ കളിക്കുമ്പോ കിട്ടും നോക്കാൻ അങ്ങ് നക്കിയാ മതി. മതി, സീരിയസ് ആക്കണ്ട വിട്ടാതി. മുതലാളി എന്റെ കാര്യം എങ്ങനെയാ? പേടിക്കാതോ, ബോംബെയിൽ ഒരു സേട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ നിന്നെ അങ്ങോട്ട് അയക്കാം. അതുവരെ നീ ഇവിടെ സുരക്ഷിതനാ. നിന്നെ ഇവിടെ ഊരിക്കൊണ്ടു പോകാൻ തക്ക ചങ്കുറപ്പുള്ള ഒരു മോനും തേവക്കാട്ട് അവറാച്ചന് ജനിച്ചിട്ടില്ല. തേവക്കാട്ട് അവറാച്ചൻ 6ാമതൊരുവൻ ജനിച്ച വിവരം മുതലാളി അറിഞ്ഞു കാണുകയല്ല. അമ്മച്ചീവനെ പെറ്റി കിടക്കുമ്പോ അറിയിക്കാൻ ഒത്തില്ല, ക്ഷമിക്കണം. അതാ കുട്ടപ്പായി. തോക്കെടുത്ത് കൊല്ലണം അവനെ.
ഏമാനെ വണ്ടി ഇറക്കണ. തൊരപ്പനെ കൊണ്ടുപോയി കൂട്ടിലിടുന്നതിൽ ആർക്കും വിരോധമില്ലല്ലോ. എന്തെങ്കിലും വിരോധം ഉണ്ടെ പറഞ്ഞാ മതി, ഞങ്ങളൊന്ന് നിങ്ങളെ കൂടെ കൊണ്ടുപോയിക്കോളാം. എവിടോ സർക്കിളിൽ ചായ? തൊരപ്പനെ ഞങ്ങൾ പൊക്കിന്ന് വിളിച്ച് പറ. ഏതാ സ്റ്റേഷനിൽ കയറി വെച്ചോക്കുന്നേ? ആരാ ഇത്? ഞാൻ പോൾ സാറിന് പകരം ചാർജ് എടുത്ത പുതിയ CI ആണ് സാർ. പഴയ CIയുടെ പ്രദേശമാണ് സാർ. ഇവിടെ കയറി നിരങ്ങാൻ നിന്റെയൊക്കെ തറവാട്ട് പോയാടാ പോലീസ് സ്റ്റേഷൻ. സാർ, ഇവനാ ഇവിടുത്തെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതി. നിന്നെമാര് തല്ലിയോടാ? തല്ലിയേമാനെ. പ്രതിയെ തല്ലി ചായ്ക്കാൻ നിങ്ങൾക്ക് ആരുടെ അധികാരം? നിന്റെ ഇച്ചാന്റെ പരിധി കിടന്നുള്ള ഷൈനിങ് ഒന്നും വേണ്ട കേട്ടോ. SP അവനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുക. ഇപ്പൊ അവന്റെ തൊപ്പി തെറിച്ച് കാണും. സാർ, അവനെ കടത്തിക്കൊണ്ടുപോയത് PK ഗ്രൂപ്പാണ്. നീ നിന്റെ ഇച്ചാനോട് നാടകങ്ങൾ ചേർക്ക് മനസ്സിലാവില്ലെന്ന് അറിയോ? പ്രതിയെ കടത്തിക്കൊണ്ട് പോയി നീ എടാ. ഒടുക്കം പോലീസ് പൊക്കൊന്നായപ്പോ തലയൂരുന്നോ? അതുകൊള്ള നിർവീര്യമായ പോലീസിന്റെ മാനം രക്ഷിച്ചപ്പോ കുറ്റം ഞങ്ങളുടെ തലയിലാക്കുവന്നോ? സാർ ഒരുമാതിരി ചന്തയെ മത്തി വെക്കണ മറിയാമെ പോലെ സംസാരിക്കരുത്. തൊട്ടുപോരുന്ന എന്റെ ഇച്ചാന്. ഡ്യൂട്ടിയിലുള്ള ഓഫീസറുടെ കൈപൊക്കുന്നുള്ള റാസ്കൽ. ഈ സർക്കിൾ PK ഗ്രൂപ്പിന്റെ ആളാ. നിങ്ങൾ വേഗം നിന്ന് തേവക്കാട്ട് വീരോടെ വാടാ. ഇത് വലിയ ചതിയായി പോയല്ലോടാ. സൈമ, വണ്ടി എടുക്കടാ. എടോ സർക്കിളെ, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ പിള്ളാരെ ഇങ്ങനെ ഇവിടെ ചകത്തിട്ടതിന് താ സമാധാനം പറയേണ്ടി വരും. ഓ, അതൊക്കെ ഞാൻ കോടതി പറഞ്ഞോളാം. അതേടോ, പറയിപ്പിക്കാതെ തന്നെ വിടുകയല്ലേ ഞങ്ങള്. ഒന്ന് പേടിപ്പിക്കാതെ പോടോ വക്കീലേ. ഈ കേസും കോടതിയൊക്കെ സഹദേവൻ ഒരുപാട് കണ്ടതാ. അമ്മാരാർക്ക് വിട്ടേക്കടോ. സാർ, വാടാ മക്കളെ. ദേവക്കാട്ടുകാര് മനസ്സ് വെച്ച തന്റെ ഈ യൂണിഫോം എന്നേക്കുമായി ഊരിച്ച് ചെമ്മീൻ ഉണക്കുന്നിടത്ത് കാക്കയെ ഓടിക്കാൻ നോക്കൂത്തിയായിട്ട് നിർത്തും. അതിനുവേണ്ടി അങ്ങ് മേളിലോട്ട് ഏത് കോടതി വരെ വേണേലും ഞങ്ങൾ പോകും. അതൊന്നും വേണ്ടി വരത്തില്ല ചായ. ഈ കണക്കിന് തീർപ്പ് കൽപ്പിക്കാൻ തേവക്കാട്ട കോടതി തന്നെ ധാരാളമാ. ഒന്ന് അലക്കി വിളിപ്പിക്കാനെങ്കിലും തനിക്ക് യൂണിഫോം ഒന്ന് ഊരി വെക്കേണ്ടി വരുമല്ലോ. അപ്പൊ കാണാം. എന്താടാ ഭീഷണിയാണോ? ഈശോയെ, ഭീഷണിയല്ലേ മാനെ. ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത് പണ്ടേ ഈ കുട്ടപ്പായുടെ ഒരു വീക്ക്നെസ്. വാടാ. അപ്പൊ സൗകര്യം പോലെ എപ്പോഴാന്ന് വെച്ചാ നമുക്ക് ഈ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നോക്കിയിട്ട് മൊത്തം മുതൽ ഞാൻ അങ്ങ് സാറിന് തരും. SP-യോട് ഞാൻ സംഭവങ്ങളുടെ സത്യാവസ്ഥ മുഴുവൻ ബോധ്യപ്പെടുത്തിയതാ. പക്ഷെ PK ഗ്രൂപ്പുകാർ മിനിസ്ട്രി ലെവലിൽ സ്വാധീനം ചെലുത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് പോലും എന്നെ സഹായിക്കാൻ ഒത്തില്ല. ഇത്രയും കാലം സത്യസന്ധമായി ജോലി ചെയ്തതിന് എനിക്ക് കിട്ടിയ കൂലിയാ ഈ സസ്പെൻഷൻ. അപ്പാ, പല പ്രാവശ്യം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ഷമിച്ചു. ഇനി ഇങ്ങനെ ഒതുങ്ങിക്കൊടുക്കാൻ നിന്നാലുണ്ടല്ലോ PK ഗ്രൂപ്പ് നമ്മുടെ തലയിൽ കയറും. തിരിച്ചു കൊടുക്കേണ്ടത് അതാത് സമയത്ത് കൊടുത്തില്ലേല് പിന്നെ തേവക്കാട്ടുകാരനെ നെഞ്ചത്ത് ചവിട്ടിയുന്ന അവന്മാർ ഇനിയും തോന്നിയാസം കാണിക്കും. മനഃപൂർവ്വം അവരിങ്ങനെ ദ്രോഹിക്കാൻ തുടങ്ങിയ ഇതിനൊരു അവസാനം എവിടെ ചെന്ന? അപ്പ എന്നതായാലും ഇതിന് ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ദേവക്കാട്ടുകാരെ ഇന്നുവരെ അറിഞ്ഞുകൊണ്ടൊരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. എന്നിട്ടും അവന്മാർ എന്നാത്തിനാ നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? അവന്മാരെ എനിക്കൊന്ന് നേരിട്ട് കാണണം. അപ്പാ വേണ്ട, വരണ്ടായത് പറഞ്ഞതല്ലേ നിങ്ങളോട്. പിന്നെ എന്നാത്തിനാ വെറുതെ? അപ്പൻ ഒറ്റയ്ക്ക് ഞാനിവിടെ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല. എന്നാത്തിനായാലും ശരി, അപ്പൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവണ്ട. പിന്നല്ലാതെ അവന്മാരുടെ മനസ്സിലിരിപ്പ് എന്നാന്ന് പറയാൻ ഒക്കുകയല്ല. അവന്മാരുടെ മനസ്സിലൊരു പെനതാന്ന് അറിയാൻ വേണ്ടി തന്നെയാടാ ഞാനിവിടെ വന്നിരിക്കുന്നേ. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. നിങ്ങൾ ഇവിടെ നിൽക്കും, കേട്ടല്ലോ? ആരുമില്ലേടാ ഇവിടെ?
അയ്യോ ഇതാര്? തേവക്കാത്ത വലിയ മുതലാളിയോ? ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ അടിയങ്ങൾ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. സർക്കിൾ മോന്റെ തൊപ്പി തെറിച്ചെന്ന് കരുതി വിഷമിക്കേണ്ട മുതലാളി. ഞങ്ങൾ വേണമെങ്കിൽ മോളിൽ നിന്ന് വിളിച്ച് പറയിപ്പിച്ച് ശരിയാക്കാവുന്നേ. ഈ നാട് അടക്കി ഭരിച്ചിരുന്ന തേവക്കാട്ടുകാർക്ക് ഇപ്പൊ കഷ്ടകാലമാണല്ലോ മുതലാളി. ബ്രാൻഡി കച്ചവടം പോയി, ബ്ലേഡ് കമ്പനിയും പോയി, ഇപ്പതാ മകന്റെ തൊപ്പിയും പോയി. ഇനി എന്തൊക്കെ പോകാൻ കിടക്കുന്നു? സ്വന്തം മക്കളുടെ ജീവൻ പോകുന്നവരെ കാണേണ്ടി വരൂടോ തനിക്ക്. അവനെ തടയണ്ട. തേവക്കാട്ട് അവരാച്ചനെ അവൻ അടിക്കണമെങ്കിൽ അടിക്കട്ടെ. അടിയടാ. എന്നതാണ് നിന്റെ കൈ പൊങ്ങത്തില്ലയോ? നിന്റെയൊക്കെ കുടുംബത്തിൽ കയറി വന്ന് ഈ കരളക്കുറ്റി നോക്കി ഒന്ന് തരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറയായി. ഇപ്പോഴാ തരപ്പെട്ടത്. കള്ള് കച്ചവടം മുതലെങ്കിൽ സ്വർണ്ണ കച്ചവടം വരെ ചെയ്യുമ്പോഴും തേവക്കാട്ടുകാർ ഒന്നു നോക്കാറുണ്ട്, നേരും നെറിയും. പക്ഷെ നിന്റെയൊക്കെ ഈ നേരും നെറിയും കെട്ട കളിയുണ്ടല്ലോ, അത് എന്റെ പിള്ളേരുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് വേണ്ട. മനസ്സിലായോടാ? നേർക്ക് നേരെ നിന്ന് നല്ല അന്തസ്സായി കച്ചവടം ചെയ്ത് തോപ്പിക്ക്, അല്ലാതെ ചതിയിലൂടെ ആരെയും തോപ്പിക്കരുത്. എന്റെ പിള്ളേരെ ഇത്രമാത്രം ഉപദ്രവിക്കാൻ ഞങ്ങൾ എന്നാ തെറ്റാടാ ചെയ്തത്? ഇടൂ അവറാച്ച, ഞാൻ പറഞ്ഞാ മതിയോടൂ. തനിക്കെന്താടോ എന്നെ മനസ്സിലായില്ലേ? ഓർമ്മയ്ക്കൊരു 10-25 കൊല്ലത്തെ പഴക്കം കാണും. PK ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലൊന്നും തനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോ പാറക്കാടൻ കൊച്ചൗസേപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ആ ഇപ്പൊ ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങി. ഒന്ന് ഞെട്ടിയത് കണ്ടില്ലേ? ഇനി ഒന്നുകൂടെ വ്യക്തമാക്കണമെങ്കിൽ ഞാൻ ഒരാളെ കൂടെ കാണിച്ചു തരാം. വാ കാണണോ? കാണ്. കണ്ടിട്ട് തനിക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? അത്രയ്ക്ക് അങ്ങോട്ട് മാറിപ്പോയവള്. കാണ്, കണ്ട് രസിക്കുതാൻ. ജീവിച്ചിരിക്കുന്ന എന്റെ കൊച്ചമ്മയുടെ ശവം. എന്നാപ്പാ എന്നാ ഉണ്ടായേ? അപ്പനെ അവന്മാര് വേണ്ട, വണ്ടിയിട്. കൊച്ചിയിലുള്ള ഞങ്ങൾ ഈ നാട്ടിൽ വന്ന് എന്തിനാ ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണത് എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. നിങ്ങളുടെ നാട്ടിലെ ഈ ഇരിക്കുന്ന പെങ്കൊച്ചുങ്ങളുടെ കഴുത്തിൽ മിന്നു കയറുമ്പോ എന്റെ കത്തുന്ന നെഞ്ചിനകത്തൊരു തണുപ്പ, മധുരമുള്ള പ്രതികാരത്തിന്റെ സുഖമുള്ള തണുപ്പ്. എന്താണെന്നറിയാവോ? എന്റെ ഏകമകൾ കൊച്ചമ്മണിയുടെ കല്യാണം മുടക്കിയ നാടാണിത്. ആ നാട്ടിൽ വന്ന് ഇവിടത്തെ പെങ്കൊച്ചുങ്ങളുടെ കല്യാണം ഞാൻ നടത്തുമ്പോ നിങ്ങൾ തന്നെ പറ, ഒരു സുഖമൊക്കെ ഉണ്ടായില്ലേ? മനസമ്മതവും കഴിഞ്ഞ് കല്യാണച്ചക്കനോടുള്ള അടങ്ങാത്ത സ്നേഹവുമായി എന്റെ മോള് കല്യാണത്തിന് കാത്തിരിക്കുമ്പോഴാ അറിയണത് കല്യാണച്ചക്കൻ എന്റെ മോളെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു അന്യജാതിക്കാരി പെണ്ണിനെ കെട്ടിയെന്ന്. ചാവാൻ വേണ്ടി വിഷം കഴിച്ചെങ്കിലും എന്റെ മോള് ചത്തില്ല. പക്ഷെ ആ നടുക്കത്തിൽ ഹൃദ്രോഗിയായ എന്റെ പെമ്പ്രനൂത്തി അങ്ങ് പോയി. അങ്ങനെ 2 ശവങ്ങളാ അവരെനിക്ക് സമ്മാനിച്ചത്. മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് ഒന്നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഇത്തിരി ജീവനുണ്ടെന്ന് മാത്രം. ഞങ്ങളെ ചതിച്ച തറവാട്ടുകാർ ആരാണെന്നറിയണ്ടേ? തേവക്കാട്ടുകാർ. നിങ്ങളൊക്കെ വാഴുന്നവരായി കാണുന്ന തേവക്കാട്ട് അവറാച്ചന്റെ മൂത്ത മകൻ കുരുവിളയുമായിട്ടായിരുന്നു എന്റെ മോളുടെ മനസമ്മതം. അന്യദിക്കിന്ന് വന്ന അവർ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് വെറുതെ അല്ല, പ്രതികാരമല്ലേ മനസ്സിൽ? തേവക്കാട്ടരെ നശിപ്പിക്കാതെ അവരിനി പോകുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ശരി, തെറ്റ് ഇച്ചാന്റെ ഭാഗത്ത് തന്നെ. നീ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? ഇച്ചാന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. മനസമ്മതം കഴിഞ്ഞ പെണ്ണിനെ വേണ്ടാന്ന് വെച്ചിട്ട് ഇച്ചാൻ ചേച്ചിയമ്മയെ വിവാഹം കഴിച്ച തെറ്റ് തന്നെ. ശരിയാ, തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. പക്ഷെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഈ ഇരിക്കുന്ന നമ്മുടെ അപ്പം പറയുകയല്ല. അമ്മയുടെ സ്ഥാനം നൽകി നിങ്ങളൊക്കെ ചേച്ചിയമ്മയെന്ന് വിളിക്കുന്ന എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളും പറയുകയല്ല ഞാൻ തെറ്റുകാരനാണെന്ന്. മനസമ്മതം കഴിഞ്ഞ പെണ്ണിനെ മറന്നിട്ട് അന്യജാതിപ്പെട്ട ഊരും പേരും ഇല്ലാത്തൊരു അനാഥ പെണ്ണ് ഞാൻ കെട്ടിയത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് ഞാൻ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം.
സമൂഹ വിവാഹ പന്തലിൽ വരണത്താതെന്ന് കണ്ണീരൊഴുക്കിയ ഒരു പാവം അനാഥ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അപ്പൻ ആജ്ഞാപിച്ചപ്പോ എന്റെ ഇഷ്ടം ആഗ്രഹവും ആചാരവും എല്ലാം മറന്ന് ഞാൻ അനുസരിച്ച് തെറ്റ് തന്നെയാ, സമ്മതിച്ചു. പക്ഷേ അതിലെവിടെയൊക്കെ ഒരു ശരി ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു. നിങ്ങളുടെ അമ്മച്ചിയുടെ ഓർമ്മ ദിവസത്തിന്റെ അന്ന് ആദ്യമായിട്ട് നടത്തുന്ന സമൂഹ വിവാഹം നിശ്ചയിച്ച വരൻ കാലുമാറിയതിന്റെ കണ്ണീരുമായി നിൽക്കുന്ന ഒരു അനാഥ പെൺകുട്ടി. ആ കണ്ണീര് തുടയ്ക്കാൻ മറ്റാരും തയ്യാറാകാതെ വന്നപ്പോ ഈ അപ്പന്റെ വാക്കനുസരിച്ച് ഇവൻ ചെയ്ത പുണ്യമായ വിവാഹം. അതിന്റെ പേരില് എന്റെ മോനെ കുറ്റപ്പെടുത്താൻ ഞാൻ ആരെ സമ്മതിക്കല. കൊച്ചിയിലുള്ള സമ്പന്നയായ പെണ്ണിന് മറ്റൊരു ജീവിതം കിട്ടുമെന്നേ കരുതിയുള്ളൂ. അല്ലാതെ ഇതുപോലൊരു ദുരന്തത്തിലേക്കാവുമെന്ന് അറിഞ്ഞില്ല. അമ്മച്ചി അവിടെ ഇരുന്ന് കരയുവാ. അന്യജാതിപ്പെട്ട അനാഥ പെണ്ണിന് ജീവിതം നൽകിയതിന്റെ പഴങ്കതൊക്കെ പതുക്കെ ആവാം. ഇങ്ങനെ കേൾക്ക പറഞ്ഞ് എന്റെ അമ്മച്ചി വേദനിപ്പിക്കരുത്. ചേച്ചിയമ്മേ, ചേച്ചിയമ്മ എന്നാ ഇത്? അവിടെ എന്തോ പഴംപുരാണങ്ങളൊക്കെ പറഞ്ഞു എന്ന് കരുതി ചെന്ന് ഊണ് കഴിച്ചേച്ച് കിടക്കാൻ നോക്ക്. അവരുണ്ടാക്കുന്ന ഈ നാശങ്ങൾക്കെല്ലാം കാരണം എന്റെ ഈ ജീവിതം എന്നറിഞ്ഞില്ല. ചേച്ചിയമ്മേ, നിങ്ങൾ എല്ലാരും ഇപ്പൊ വെറുക്കുന്നുണ്ടാവുമല്ലേ? എന്നതായി പറയുന്നേ? ചുമ്മാ ഓരോന്ന് ചിന്തിച്ച് വെറുതെ കാട് കയറാതെ. ഓരോന്നായി അവര് തകർക്കുന്നത് കണ്ടില്ലേ? ഈ തറവാട് നശിപ്പിക്കാതെ അവര് പോവില്ല. ഞാൻ കാരണം ഈ തറവാട് നശിച്ചു എന്ന് വന്ന ഈശ്വര. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചിയമ്മേ. ഈ കുട്ടപ്പായി ജീവിച്ചിരിക്കുമ്പോ ഇവിടെ ഒന്നും ഇനി നശിപ്പിക്കാൻ സമ്മതിക്കില്ല. ചേച്ചിയമ്മ സമാധാനായിരിക്കും. അമ്മച്ചി അത്താഴം കഴിക്കാത്തോണ്ട് അവിടെ ഇളയമ്മമാരൊന്നും കഴിച്ചിട്ടില്ല. എന്നാത്തിന് അമ്മച്ചി അവരെ ഇങ്ങനെ പട്ടിണി കിടന്ന്? വാ, വന്ന് അമ്മച്ചി വല്ലതും കഴിക്ക. ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടായിരുന്നല്ലേ? കഷ്ടം. ഒന്നും മിണ്ടാൻ പോലും ആകാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട ആർക്കാ സഹിക്ക? വിഷം തലച്ചോറിന് ഏറ്റു കാണുമല്ലേ? ജീവൻ തിരിച്ചു കിട്ടുമെന്ന് കരുതിയതല്ലടോ. ഒരുപാട് കാലം കിടന്ന കിടപ്പിൽ കിടന്നു. എത്ര ചികിത്സ കഴിഞ്ഞിട്ടാ ഈ കോലത്തിലായെന്നറിയൂ. ഞാനോ മറ്റേ ആയിരുന്നെങ്കിൽ പിറ്റേന്ന് തന്നെ തേവക്കാട്ടെ അവറാച്ചനെ മകനെ വെട്ടിയെറിഞ്ഞ് തള്ളിയനെ. അതിനൊക്കെ ഒരുമ്പെട്ടതാ. അവന്റെയൊക്കെ ആയുസിന്റെ ബലമെന്നല്ലാതെ എന്ത് പറയാനാ. ആ സമയത്താ ഞങ്ങളുടെ ഷാപ്പിൽ നിന്ന് കുടിച്ച് കുറെ എണ്ണം ചത്തു വീഴാൻ തുടങ്ങിയത്. പിന്നെ കേസും ബുക്കാറും ഒക്കെ ആയി. ഞങ്ങൾ അങ്ങ് ജയിലിലുമായി. അതോടെ ബിസിനസ്സും തകർന്നു. ആരും പോരും ഇല്ലാതെ എന്റെ മോള് ശരണാലയത്തിലും. കൊച്ചേ, പുറത്തിറങ്ങിയതിനു ശേഷം എല്ലാം ഒന്നെന്ന് തുടങ്ങേണ്ടി വന്നു. ശിവകാശിയിൽ ആദ്യം ചെറിയൊരു പടക്ക നിർമ്മാണശാല, പിന്നീട് എക്സ്പ്ലോസീവ് ലൈസൻസിന്റെ ബലത്തിൽ നിയമം അറിഞ്ഞാൽ തല പോകുന്ന പല തീക്കളികൾ, കരാറെടുത്ത സ്ഫോടനങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അങ്ങനെ പണം ഒരുപാട് വാരിക്കൂട്ടി. അപ്പോഴും പക്ഷേ മനസ്സിന്റെ അകത്ത് ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെങ്കിലും ഈ നാട്ടിൽ വരണം, അവന്റെ രാജ്യം പിടിച്ചടക്കണം, അവരുടെ സർവനാശം കാണണം. ഇതെന്താ തേവക്കാട്ട മൂത്ത മരുമകൾ പതിവില്ലാതെ ഈ സമയത്ത് പള്ളിയിൽ? തമ്പുരാന്റെ അടുത്ത് വരാൻ സമയവും സന്ദർഭമൊക്കെ നോക്കണോ കപ്പേരെ? ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. പിള്ളച്ചേട്ടന് പാറക്കാടന്മാരുടെ വീടറിയോ? എന്താ കുഞ്ഞെ? എനിക്ക് അവിടെ വരെ ഒന്ന് പോണം. കുഞ്ഞ് എന്തായി പറയുന്നത്? വീട്ടിലറിയണ്ട, എനിക്ക് പോയേ പറ്റൂ. വണ്ടി എടുത്തോളൂ.
ഇവിടെ ആരുമില്ല, എല്ലാരും പുറത്തു പോയിരിക്കുക. ആരാ? കൊച്ചമ്മണിയെ ഒന്ന് കാണാനാ. വരൂ. കൊച്ചമ്മണിക്ക് എന്നെ മനസ്സിലായോ? കൊച്ചമ്മണിയെ ഈ അവസ്ഥയിലാക്കിയത് ഞാന്. അറിയാതെയാണേലും ഈ ജീവിതമാ ഞാൻ തട്ടിയെടുത്ത്. എത്ര മാപ്പ് അപേക്ഷിച്ചാലും തീരാത്ത തെറ്റാ ഞാൻ. ആരാ? താൻ തേവക്കാട്ടെ കാര്യസ്ഥനല്ലേ? അതെ. തനിക്ക് എന്താ അവിടെ കാര്യം? തേവക്കാട്ടെ കുരുവിള സാറിന്റെ ഭാര്യയ്ക്ക് ഇവിടം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഇവിടെ കയറി വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇവളെ ഇതിന്റെ അകത്ത് കയറ്റാൻ നിന്നോട് ആരാടി പറഞ്ഞത്? ജീവക്ഷവും പോലെ ഇരിക്കുന്നതിന്റെ ചേച്ചിയെ കണ്ട് ആസ്വദിക്കാമെന്നാണോ, അതോ ശേഷിച്ച ജീവനോട് അങ്ങ് തീർക്കാനോ? അയ്യോ, മഹാപാപം പറയരുത്. ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്ന് അറിഞ്ഞപ്പോ കൊച്ചമ്മണി ഒന്ന് കാണണമെന്ന് തോന്നി. പറയുന്നത് ഒരു പക്ഷേ മനസ്സിലായില്ലെങ്കിലും ആ മുഖത്ത് നോക്കി എന്റെ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കാൻ. നിന്റെ ഒരു മാപ്പ് ചവിട്ടി എല്ലൊടിക്കാൻ വേണ്ടത്. നോക്കി നിൽക്കാതെ പിടിച്ച് പുറത്താക്കടായി പഠിച്ചോളെ. ഇറങ്ങി വെളിയിൽ. നടക്കണ ഇങ്ങോട്ട്, ഇങ്ങോട്ട് പാടി. വിളിച്ചോണ്ട് പോണോ? വിളിച്ചോണ്ട് പോകാൻ, ഇല്ലെങ്കിൽ വെട്ടിയെറിഞ്ഞ് ഇവിടുത്തെ അൽസേഷൻ നായിക്ക് തീറ്റയാക്കും ഞങ്ങള്. വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ ഉള്ളൊരു മനുഷ്യന്മാരല്ല. ഓ, തേവക്കാട്ടുകാർക്കുന്നുണ്ടാ നിനക്ക് ഇപ്പോഴും ദണ്ണമാണല്ലേ? നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു കൂട്ടുന്നതെല്ലാം പാഴ്. പിള്ളച്ചേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇത് റാണിമോളുടെ കാറാണല്ലോ. എല്ലാ കള്ളത്തരവും പൊളിഞ്ഞേനെ. ദൈവാധീനം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇനി ഏതായാലും ഫോണിലൂടെയുള്ള സംസാരം നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഞാനിവിടെ എത്തിയല്ലോ, നമുക്കിനി ഡെയിലി ഇവിടെ വെച്ച് കാണാം. എക്സാം കഴിയണ വരെ ട്യൂഷന്റെ പേര് പറഞ്ഞ് കാണാം. അത് കഴിഞ്ഞ പിന്നെ എന്നായും? എന്റെ ഡാഡിയോട് വിവരങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ. നിന്റെ വീട്ടുകാരുമായി ഉടനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് ഏറ്റിരിക്കുക പുള്ളിക്കാരൻ. അയ്യോ, സമയം ഒരുപാടായി, ഞാൻ പോട്ടെ. അപ്പൊ നാളെ ഇതേ സ്ഥലം ഇതേ സമയം. ഓക്കെ ഓക്കെ, ബൈ. ബൈ.
അയ്യോ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. പക്ഷേ എന്റെ തമ്പുരാനെ നിങ്ങൾ എല്ലാവരും പുറത്തു പോണം. ഇച്ചായ നല്ല മയക്കത്തില്ല. ഇപ്പൊ തന്നെ വിളിച്ചുണർത്തി മൊഴിയെടുക്കണോ? വേണം. മൊഴിയെടുക്കാതെ ഇയാളങ്ങനെ തട്ടിപ്പോയാലേ ബാക്കിയുള്ള തൂക്കും. വേണ്ട, കിടന്ന് തുള്ളാടാ. ഇതുപോലെ ആക്സിഡന്റ് കാലൊരെണ്ണം പോയാൽ മതി. അതോടെ നിന്റെയൊക്കെ സകല കളി തീരും. വേണ്ടെന്ന് പറഞ്ഞില്ല. നീയാണ് പറയുന്നത്. നടക്ക്, വരാനല്ലേ? വിടാനല്ലേ പറഞ്ഞത്? ഡോർ ക്ലോസ് ചെയ്തോ സാർ. മാത്തച്ചൻ, മാത്തച്ചൻ, മാത്തച്ച, മാത്തച്ചൻ, മാത്തച്ച, എടാ മാത്തച്ച, മാത്തച്ച. സർ, വേദന സഹിക്കാൻ വയ്യാതെ ഇതുവരെ കരച്ചിലായിരുന്നു. ഇപ്പൊ ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. ദയവ് ചെയ്ത് ഉണർത്തരുത് സർ. ഇയാൾ ഉണർന്നവരെ കാത്തിരിക്കാൻ പറ്റില്ല. മിണ്ടാതെ നിന്നില്ലെങ്കിൽ രണ്ടിനെ പിടിച്ച് പുറത്താക്കി ഞാൻ. എടാ മാത്തച്ച, മാത്തച്ച, എടാ മാത്തച്ച. എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടായത്? എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്ന് തന്നോടാ ചോദിച്ച. എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്ന്? ഇതിലെ വന്ന ഒരു ലോറി ഇടിച്ചതാ. നിർത്താതെ പോയ ആ ലോറി ഏതാണെന്നറിയാവോ? അത് ഓടിച്ചിരുന്ന ആളെയോ അതിലുണ്ടായിരുന്ന മറ്റാരെങ്കിലും താൻ കണ്ടായിരുന്നോ? ഇല്ല, അന്യദിക്കിന്ന് വന്ന ഒരു ലോറിയായിരുന്നു. സാറേ, സാറിങ്ങനെ പകലൂടെ വരുന്നുണ്ട്. അയലത്തുകാരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പോവാൻ പറയടി. അധികം പ്രശ്നം ഉണ്ടാക്കുന്ന പേരില്ലേ നീ വേറെ എന്തെങ്കിലും പേര് പറഞ്ഞൊരു കംപ്ലൈന്റ് എഴുതാ. ബാക്കി കാര്യം ഞാനേറ്റ്. എന്താടാ പ്രശ്നം? വേല എന്നെങ്കിലും വില തന്നെ തുടങ്ങിയ വലിയ കഷ്ടമാണ് സാറേ. ഇവിടെ ഉള്ളവർക്ക് മാനവ മര്യാദയായിട്ട് ജീവിക്കണം. എന്നാ നാളെ നിന്റെ വീട്ടിലോട്ട് വരാടാ. മര്യാദക്ക് സംസാരിച്ചില്ല താലോട്ട് പോവില്ല. മതി മതി. മഫ്റ്റിയിലാണേലും ഇദ്ദേഹം ഒരു സർക്കിൾ അല്ലായോ? മേലാൽ ഈ പരിസരത്തെങ്ങാനും കണ്ടുപോയ സർക്കിളേമാന്റെ നെഞ്ചത്ത് നാട്ടുകാർ ദേ ഇതുപോലെ പൊതുയോഗം കൂടും. എന്നാ മനസ്സിലായോ? സാറിന് ഇപ്പൊ കഷ്ടകാലം.
മീനാക്ഷി എടുക്ക് രാജേഷ്. അങ്ങോട്ട് എടുത്തേക്കണേ. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള സകല കണക്കിന്റെയും ബാലൻസ് ഷീറ്റ് ടാലിയെ പോട്ടെ സാറേ. ആ ഇനി ഇതിന്റെ പേരിൽ വല്ല കള്ളക്കേസും ഉണ്ടാക്കി ഇക്കൂട്ടത്തിൽ ആരെങ്കിലും താൻ ദ്രോഹിച്ച പിന്നെ ഇതുപോലൊരു ജനകീയ വിചാരണയൊന്നും ഉണ്ടാവുകയല്ല. അങ്ങ് തീർക്കും ഞാൻ. കേട്ടല്ലോ? ആ ഇനി എല്ലാരും പോയട്ടെ. സർക്കിളേമാനും പോകണ്ടായോ? എടി മീനാക്ഷി, പൈസ എല്ലാം കിട്ടിയായിരുന്ന? കടം പറഞ്ഞു ഓർമ്മ വെച്ചോ. പോട്ടെ പോട്ടെ പോട്ടെ. പപ്പയുടെ അടുത്തോട്ട് വാ. മോനവിടെ പിണങ്ങി ഇന്ന് എന്നാത്തിനാ? അമ്മച്ചി വഴക്ക് പറഞ്ഞായിരുന്നോ? പിന്നെ അത് അപ്പ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി കാല് മാറ്റി വെച്ചിരിക്കുവാ. 2 ദിവസം കഴിഞ്ഞ് ജയ്പൂര് പോയി പുതിയൊരു കാല് ഫിറ്റ് ചെയ്തുകൊണ്ട് വന്ന് ഓന്റെ കൈയും പിടിച്ച് ഗമേലൊരു നടപ്പുണ്ട്. മോനെ കാണണ്ടേ? കുഞ്ഞെ എന്താ ഇത്? നീ ചുമ്മാ അവനെ കൂടെ വിഷമിപ്പിക്കാതെ കൊച്ചിനെ വിളിച്ചോണ്ട് അപ്പുറത്തോട്ടങ്ങനെ ചെല്ല് ചെല്ല്. മരുന്ന് കഴിക്ക. പുറത്തോട്ടൊന്നും പോവാൻ പറ്റാത്തോണ്ട് ഇരുന്ന് മുഷിയുന്നുണ്ടാവുമല്ലേ? ഒത്തിരി ഓടി നടന്നല്ലേ. ഇനി വിശ്രമിക്കാനാവും തമ്പുരാന്റെ കൽപ്പന. ആക്സിഡന്റ് ഉണ്ടാക്കിയവരെ അറിയില്ലെന്ന് പോലീസിനോട് കള്ളം പറഞ്ഞു. നന്നായി. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് ചേച്ചിയമ്മയ്ക്കറിയാം. ചേച്ചിയമ്മേ ഒന്ന് പതുക്കെ. ഇനി ഇതിന്റെ പേരില് കുട്ടപ്പായി എങ്ങനെ പറഞ്ഞ വേണ്ട. ഇതോടെ അവരുടെ പക തീരുമെങ്കിൽ അങ്ങ് തീരട്ടെ. തീരില്ല. നിന്റെ ഇച്ഛായനെ ഇല്ലാതാക്കാൻ വേണ്ടി അവര് ചെയ്ത ചതിയ. അതില് പക്ഷെ നീ ഇങ്ങനെ. ദൈവമേ, ഇതെല്ലാം എവിടെ ചെന്നാവുന്ന അവസാനിക്കുന്നത്? ഇച്ഛായനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. എല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാ. അവനാ ആ പാറക്കാടന്റെ മോൻ അലോഷി. അവൻ മനഃപൂർവ്വം എന്റെ നിലയല്ലോ. കുട്ടപ്പായി, ഇച്ഛായനെല്ലാം എന്നോട് മറച്ചു വെച്ചു അല്ലേ? കുട്ടപ്പായി, നീ ആയിട്ട് ഇനി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. ഇതൊക്കെ ക്ഷമിക്കാനുള്ള മനസ്സൊന്നും കുട്ടപ്പായിക്കില്ല. എന്റെ ഇച്ഛായന്റെ കാലൊരെണ്ണം കളഞ്ഞേച്ച് ഇനി അങ്ങനെ ഓടി നടക്കണ്ടവൻ. ചേച്ചി
നിയമവിരുദ്ധമായി നീയൊക്കെ കടത്തിക്കൊണ്ടുവന്ന ഈ സ്പിരിറ്റും നിന്നെയും എല്ലാം അകത്താക്കാൻ ഒരൊറ്റ കോൾ മതി കുട്ടപ്പായിക്ക്. പക്ഷെ കണക്കുകൾ നേർക്ക് നേർ തീർത്തുള്ള പാരമ്പര്യം എനിക്ക്. അയ്യോ, കണ്ടില്ലേ, ഇതൊന്ന് അടുപ്പിച്ചാൽ ഒരുപിടി ചാരവാ നീ. കുട്ടപ്പായി, നിന്റെ ജീവൻ എനിക്ക് വേണ്ട, പക്ഷെ നിന്റെ ഒരു കൈയും കാലും എനിക്ക് വേണം. കുട്ടപ്പായി, താഴെടാ. ഞാനാ പറഞ്ഞത് താഴെടാൻ. ഇവരെയൊക്കെ നേരെ ചുവയെ നടക്കാൻ വിട്ട ഇനി ഓരോ ഇച്ഛായമാരുടെ നെഞ്ചത്തോട്ട് കയറും. അപ്പോഴേ അപ്പന് മനസ്സിലാവും. നിയമത്തിന് വേണമെങ്കിൽ ദേവക്കാട്ട് മാത്തച്ഛനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഈ അലോഷയെ കസ്റ്റഡി എടുക്കാം, ശിക്ഷിക്കാം. And the same is applicable in your case too. അലോഷയെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കുട്ടപ്പായം കസ്റ്റഡി എടുക്കാം. But I feel... ഹലോ. ഓ സർ, ഇല്ല സർ, കൺക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരു ഒത്തുതീർപ്പിന് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞങ്ങള്. MLA അടുത്തുണ്ട്. കൊടുക്കണോ സർ? സർ, കഴിഞ്ഞിട്ട് വിളിക്കാം സർ. ആ, കേസും വഴക്കൊന്നും കൂടാതെ കോംപ്രമൈസിൽ എത്തിക്കണമെന്നാ ദാ ഇപ്പൊ വിളിച്ചപ്പോഴും ഹോം മിനിസ്റ്റർ പറഞ്ഞത്. അയ്യോ, ഹോം മിനിസ്റ്റർ ആയിരുന്നു. ഛേ, വെച്ച് കളഞ്ഞല്ലോ കളക്ടർ സാറേ. രാവിലെ മിനിസ്റ്റർ വിളിച്ചോ പറഞ്ഞിരുന്നു ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കുമെന്ന്. കഴുതേ, അവന്റെ ഒരു മിനിസ്റ്റർ. പ്ലീസ് മിസ്റ്റർ അവറാച്ചൻ, ക്ഷമിക്കണം സർ. സി, ഇതിപ്പോ നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, ശരിക്കും ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം കൂടിയാണ്. യെസ്, രണ്ടു കൂട്ടർക്കും ഭരണതലത്തിൽ പിടിപാടുണ്ടെന്ന് കരുതി ഇനി ഈ കുടിപ്പക ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ ഒരു കോംപ്രമൈസ് തീർച്ചയായും വേണം. ഒന്നുമില്ലേ, ഇത് എന്റെ മണ്ഡലമായി പോയില്ലേ കൊച്ചവസേപ്പിച്ച. ഇനി എനിക്ക് മാനക്കൻ ഉണ്ടാക്കി വെക്കരുത്. മാനം തേവക്കാട്ടുകാര് ജയിപ്പിച്ചു വിട്ട MLA അല്ലേ താൻ? താൻ അതേ പറയൂ. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 1.5 കോടി രൂപയുടെ നഷ്ടമാണ് ഈ പന്നൻ ഉണ്ടാക്കി വെച്ചത്. ആദ്യം ആ കാശെടുത്ത് വെച്ചിട്ട് മാപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല. 1.5 കോടി എടുത്ത് മേശപ്പുറത്ത് വെക്കാൻ തേവക്കാട്ടുകാര്, പകരം എന്റെ ഇച്ഛ എന്റെ നഷ്ടപ്പെട്ട കാല് തിരിച്ചറിയോ ഈ പന്ന. മിസ്റ്റർ കുട്ടപ്പായി, പ്ലീസ് കാം ഡൗൺ. അതെ, ക്ഷമിച്ചത് കൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന അപ്പനും ഇച്ഛായന്മാരും തറഞ്ഞില്ലായിരുന്നെങ്കിൽ തല്ലി ഓടിച്ച് ദൂരെ എറിഞ്ഞേനെ. ഇവന്റെ ഒരു കയ്യും കാലും ഈ കുട്ടപ്പായി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ അപ്പനെ ഇച്ഛായന്മാരെ നിന്റെ കൺമുമ്പിൽ വെച്ച് എന്നെ കത്തിക്കോളാം. കത്തിക്കോളാ നീ. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കാൻ പറയണേ സാർ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും. അതേടാ, ഇനി പ്രയോഗം വാക്കുകൾ കൊണ്ടല്ല, നീയൊക്കെ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ കളക്ടർ സാറേ. രണ്ടിലൊരു കൂട്ടർ തീരാതെ ഈ പ്രശ്നോട്ട് തീരാനും പോകുന്നില്ല. എങ്കിൽ അതാ നല്ലത്. അങ്ങ് വിളിച്ചത് കൊണ്ട് മാത്രമാ ഞങ്ങൾ ഇവിടെ വരെ വന്നത്. എന്നോ നടന്നൊരു പഴങ്കഥയുടെ പേരിൽ പലതും ഞങ്ങൾ ക്ഷമിച്ചു. എന്റെ മോന്റെ കാലൊന്ന് പോയിട്ട് പോലും ഇപ്പോഴും ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു, ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല. പക്ഷേ ഇങ്ങോട്ട് ഇവരിനി ഒരു തെറി മനസ്സിൽ നുള്ളിയിട്ടാൽ ഈ തേവക്കാട്ട് അവറാച്ചന്റെ മറ്റൊരു മുഖം കൂടി ഇവർക്ക് കാണേണ്ടി വരും. വാടാ മക്കളെ. ഇനി അവരുടെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പായി. അതെ, നിങ്ങൾ ഒരു വാക്ക് തരണം, തന്നേ ഒക്കൂ. ചേച്ചിമേ, അവരെത്തി. ഈശോമിശിഹായ്ക്ക് ശരിയായിരിക്കട്ടെ. നിനക്ക് ക്ഷീണമൊന്നുമില്ല, പഴയതുപോലെ തന്നെ. മക്കളെ കൂടെ കൊണ്ടുവരാറുന്നില്ലേ? അവര് വെക്കേഷന് ഇച്ചായി മന്നിങ്ങ് കൊണ്ടുവന്നോളൂ. ഡോക്ടർ ചേട്ടന്റെ മുഖത്ത് ഇപ്പഴാ ഒരു തെളിച്ചു വീണത്. മേബിൾ, യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? നീ വെറുതെ വാച പഠിച്ചു നിൽക്കാതെ അയ്യോടാ, എന്നാ അനുസരണ.
വേണ്ട കുഞ്ഞെ, ഞാൻ വേണ്ട, എടുത്തോളാം. അവളൊന്ന് എടുത്ത് പഠിക്കട്ടെ. കൊണ്ടുപോടി. ആ നടക്കുമ്പോ ആദ്യം കുറച്ചു ദിവസമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പോ അതങ്ങ് ശീലമായി പോയി. എല്ലാം ഫേറ്റ് എന്നല്ലാതെ എന്താ പറയാ. ഞാൻ അപ്പനോട് സൂചിപ്പിച്ച കാര്യത്തിന് ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. എന്നാ ചേച്ചമ്മ? നിന്റെ കല്യാണക്കാര്യം തന്നെയാണ്. ഓ, അതിപ്പോ തീരുമാനിക്കാൻ എന്നാ, ഉടനെ അങ്ങ് നടത്തുക തന്നെ. അതെ, എന്റെ കാര്യത്തിന് മുമ്പ് ആദ്യം ഈ കാന്താരിയുടെയും ടോണിയുടെയും കല്യാണം നടക്കട്ടെ. ജീവിതത്തിൽ ആദ്യമായി അവിടെ മുഖത്തൊരു ചമ്മലും നാണവും ഒക്കെ വന്നു. ദൈവാധീനം. ഇവൻ ഈ പറയുന്നൊന്നും അപ്പം കാര്യമാക്കണ്ട. നടത്തുമ്പോ രണ്ടും കൂടെ ഒരുമിച്ച് നടത്തുന്നത് തന്നെയാ നല്ലത്. അതന്നെ. അല്ലേ റാണിമോള് കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ 8ാം ക്ലാസ് തോറ്റ് എന്റെ മേരി കുഞ്ഞിനെ ട്യൂഷൻ എടുക്കാനെന്നും പറഞ്ഞ് ഇവൻ റബേക്ക ടീച്ചറെ വീണ്ടും വിളിച്ചു വരുത്തും. ആ അപ്പ അമ്മച്ചിയുടെ ഓർമ്മ ദിവസം എടുത്തു വരില്ലേ? ശരിയാ, അന്ന് തന്നെ നടന്നതാ അതിന്റെ ഒരു ഭംഗി. അങ്ങനെയാണെങ്കിൽ മനസ്സമ്മതം ഉടനെ നടത്തിയ ചരമനേന്ന് ചീട്ട് വാങ്ങി 3 കൂട്ടി വിളിച്ചു വലിയ അങ്ങ് നടത്താം. ആ എങ്കിൽ ഉടനെ തന്നെ മനസ്സമ്മതത്തിന് തീയതി ഉറപ്പിക്കാം. ചേർന്ന് നാളെ പള്ളി കെട്ടി നടക്കുമ്പോ ഒറ്റ സ്ഫോടനം കൊണ്ട് എല്ലാം അങ്ങ് തീർക്കാമെന്ന് കരുതി വന്നതാ. പക്ഷെ അതില് പള്ളിയും കുറെ നാട്ടുകാരും കൂടെ അങ്ങ് പോവും. അത് വേണ്ടാന്ന് ദൈവം നിശ്ചയിച്ചത് കൊണ്ടാവാം നിന്നെ ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് തന്നിരിക്കുന്നത്. കല്യാണം മുടങ്ങാൻ കല്യാണ ചെറുക്കൻ തന്നെ മരിക്കണമെന്ന് നിർബന്ധമില്ല. കല്യാണ പെണ്ണിന്റെ തന്ത ചത്താലും മതി. അല്ലെങ്കിൽ തന്നെ ആ പാവം ചെക്കൻ ഞങ്ങളോടും തെറ്റ് ചെയ്തിട്ടാ കണക്കുകൾ തീർക്കേണ്ടത് നിന്നോടല്ലേ? ദയവായി നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങളുടെ കാൽ പിടിക്കാം. നാളെ ഒരു ദിവസം കൂടി എനിക്ക് തരണം. എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് ഒന്ന് ഇറക്കിക്കോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് നിന്ന് തരാം. നിങ്ങൾ എന്റെ ജീവൻ എടുത്തോളൂ. എന്റെ കൊച്ചമ്മണിയെ ശവമാക്കി ഇരുത്തിട്ട് നിനക്ക് നിന്റെ മോളെ കെട്ടിച്ചേക്കണമല്ലടാ. തിരുമേനി! എന്താ ആരാണ് കൊപ്പിയാന്? ജയ
നാട്ടുകാരാകെ ഇളകിയിരിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. കൊലക്കുറ്റം ഏറ്റെടുക്കാൻ ആളെ വരെ റെഡിയാക്കി വെച്ചിരിക്കുക. തൽക്കാലം നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് മാറി നിന്നാ മാത്രം മതി. ഞങ്ങള് മാത്രമാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോ കൊച്ചമണിയും കൂടെ ഉള്ളതുകൊണ്ട് എന്ന് കരുതി അവളെ ഇവിടെ വീഴ്ചിട്ട് പോകാൻ പറ്റൂടാ. അല്ല, സഹദേവൻ സാർ വിചാരിച്ചാല് കൊച്ചിയിലെ ഏതെങ്കിലും ശരണാലയത്തില്. പിന്നെ ആർക്കു വേണ്ടിയാണോ നമ്മൾ ഈ കൊല്ലും കൊലയൊക്കെ നടത്തിയത്? ശരണാലയത്തിലാക്കണം പോലും. അതൊന്നും വേണ്ട. ഇപ്പൊ ഇവിടുന്ന് പുറപ്പെട്ട പുലർച്ചെ നമ്മൾ മദ്രാസിലെത്തും. പിന്നെ തേവക്കാട്ടുകാർക്ക് നമ്മൾ ഒരു പുല്ലും ചെയ്യാൻ ചേട്ടായി, തീ പിടിച്ചു. കുട്ടപ്പായി, അതേടാ കുട്ടപ്പായി തന്നെ. തേവക്കാട്ടിന് ജീവനോടെ ബാക്കിയുള്ള എന്റെ അപ്പനും ഇച്ചായന്മാരും കല്യാണ പന്തലിൽ സ്വന്തം അപ്പന്റെ ശവം കെട്ടിപ്പിടിച്ച് നിലവിളിച്ച എന്റെ റാണിമോളും ഒക്കെ ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഒരുത്തനെ പേടിക്കാതെ സ്വൈരമായിട്ട് ജീവിക്കണം. അതിന് നിങ്ങളിൽ ഒറ്റ ഒരുത്തം പോലും ഇനി ജീവനോടെ ബാക്കിയുണ്ടാവാൻ പാടില്ല. നീ അബദ്ധമൊന്നും കാണിക്കരുത്. ഞങ്ങളോടൊപ്പം നീയും കെട്ടി ചാമ്പലായി പോകും. അറിയാവാ, എന്റെ അപ്പനും ഇച്ചായന്മാരും ജീവനോടെ നിലനിൽക്കാൻ സ്വന്തം ജീവൻ കുരുതി കൊടുക്കാൻ പോലും തയ്യാറായിട്ടായി കുട്ടപ്പായി വന്നിരിക്കുന്നത്.
കല്യാണം കഴിച്ച് പിള്ളേരിങ്ങ് എത്തി. വന്നേ. മോളെ ചേച്ചിയമ്മ